നമസ്കാരം. അതിവേഗം ലക്ഷ്യസ്ഥാനത്തെത്താൻ പാകത്തിന് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്ന ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കാണുന്ന കാഴ്ചകൾ പേടിപ്പെടുത്തുന്നതാണ്. NH-66-ൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെടുകയും റോഡ് ഇടിഞ്ഞു വീഴുകയും ചെയ്തത് ഒരിടത്തല്ല. മലപ്പുറം കൂരിയാട്, മമ്മാലിപ്പടി, തലപ്പാറ, കാസർഗോഡ് മാവുങ്കാൽ, തൃശൂർ മണത്തല, കണ്ണൂർ കുപ്പം. അപകടമുണ്ടായ മേഖലകളുടെ ലിസ്റ്റ് നീളുകയാണ്. ദേശീയപാതയും സർവീസ് റോഡുകളും ഈ മേഖലകളിൽ അപകടാവസ്ഥയിലായത് കാലവർഷം വരുന്നതിന് മുൻപ് പെയ്ത മഴയിലാണ് എന്നത് കൂടുതൽ ഭയപ്പെടുത്തുന്നതാണ്. നിർമ്മാണത്തിൽ അശാസ്ത്രീയതയില്ല എന്ന വാദമാണ് NHAI കൈക്കൊണ്ടത്. നിർമ്മാണത്തിന്റെ പൂർണ്ണ ചുമതല ദേശീയപാത അതോറിറ്റിക്കാണെന്നാണ് സംസ്ഥാന സർക്കാർ നിലപാട്. ദേശീയപാത നിർമ്മാണത്തിന്റെ ക്രെഡിറ്റ് കേരള സർക്കാരുകൾ മത്സരിച്ച് കൈക്കലാക്കുമ്പോൾ ജനത്തിന്റെ ജീവിതത്തിന് സുരക്ഷ നൽകാൻ, ജനത്തിന്റെ ജീവന് സുരക്ഷയൊരുക്കാൻ ഉത്തരവാദിത്തമില്ലേ സർക്കാരുകൾക്ക്? പാതയിലെ പാളിച്ചയിൽ ഉത്തരവാദിത്തം ആർക്ക്? ന്യൂസ് ഈവനിംഗ് ആരംഭിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. ആദ്യം നമ്മൾ ഏറ്റവും പുതിയ ചില വിശദാംശങ്ങൾ പരിശോധിക്കുകയാണ്. ദേശീയപാത തകർന്ന മലപ്പുറം കൂരിയാട് ഭാഗത്ത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ വിദഗ്ധ സംഘം അവരുടെ പരിശോധന നടത്തുകയാണ്. ഇപ്പോൾ 3 അംഗ സംഘമാണ് പരിശോധിക്കുന്നത്. ഇവർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടി സ്വീകരിക്കുക. സമീർ ബിൻ മുഹമ്മദാണ് ഈ സമീർ ബിൻ കരീമാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ തത്സമയം ചേരുന്നത്. സമീർ, ഇപ്പോൾ എന്താണ് ഈ വിദഗ്ധ സംഘത്തിന്റെ പരിശോധന? അത് പുരോഗമിക്കുകയാണോ? എന്താണ് അവർ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ അവരുമായി സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? തുടക്കത്തിലൊക്കെ അവർ അതിന് അശാസ്ത്രീയതയില്ല എന്നൊരു വാദം ഉന്നയിക്കുന്നുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ അവരുമായി നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പരിശോധന ഏത് തരത്തിലാണ്? അനുജ, കൂരിയാട് മേഖലയിലാണ് നിലവിൽ വിദഗ്ധ സംഘത്തിന്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുൻപാണ് സംഘമെത്തി പരിശോധന ആരംഭിച്ചത്. ഇവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടിയിലേക്ക് ദേശീയപാത അതോറിറ്റി കടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ മമ്മാലിപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ്. കൂരിയാടിന് പുറമെ തലപ്പാറക്കും പുറമെയാണ് ഈ മമ്മാലിപ്പടി എന്ന് പറയുന്ന സ്ഥലത്തും ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്, വിള്ളൽ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഈ മണ്ണിട്ട് ഉയർത്തിയ ഭാഗമല്ല, മറിച്ച് ഒരു പാലമാണ്. ഈ പാലത്തിലൂടെയാണ് ദേശീയപാത കടന്നു പോകുന്നത്. ഇവിടെയാണ് ഇന്ന് പ്രധാനമായും ഈ വിള്ളൽ വീണതായി കാണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സാധാരണ ഇതുവരെ കണ്ട റോഡിന് വിള്ളലൊക്കെ തന്നെ നീളത്തിലായിരുന്നു. എന്നാൽ ഇത് റോഡിനോട് കുറുകെയാണ് ഇത്തരത്തിലൊരു വിള്ളൽ ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പാലത്തിന് വിള്ളൽ വന്നിട്ടുണ്ട്, അതല്ല മുകളിലെ ഈ ടാറിന് മാത്രമാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. വിദഗ്ധരുടെ ഒക്കെ തന്നെ പരിശോധന കഴിഞ്ഞാൽ മാത്രമേ അക്കാര്യങ്ങളിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ഈ കോഴിക്കോട് ഭാഗത്ത് നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന പാതയിലാണ് ഈ കൂരിയാട് കഴിഞ്ഞ് ഏതാണ്ട് 3.5 കിലോമീറ്റർ കഴിഞ്ഞാലാണ് ഈ മമ്മാലിപ്പടി എന്ന് പറയുന്ന ഈ പ്രദേശം വരുന്നത് എന്നുള്ളതാണ്. ഇവിടെയാണ് പുതുതായി വിള്ളൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ തുടർച്ചയായി ദേശീയപാതയിൽ പലയിടത്തും ഈ വിള്ളൽ കാണപ്പെടുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് വലിയ തരത്തിൽ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ മഴ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെയാണ് ഇത്തരത്തിൽ ഈ അപകടവും വിള്ളലും ഒക്കെ തന്നെ സംഭവിക്കുന്നത്. അങ്ങനെയെങ്കിൽ മഴ ശക്തി പ്രാപിച്ച് കഴിഞ്ഞാൽ, മഴക്കാലമായി കഴിഞ്ഞാൽ ഇടങ്ങളിലൂടെ എങ്ങനെ യാത്ര ചെയ്യും, അത് സുരക്ഷിതമാണോ എന്നുള്ളൊരു ചോദ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ ചോദിക്കുന്നത്. ഏതായാലും ശക്തമായ നടപടി ഇതുമായി ബന്ധപ്പെട്ട് വേണം. എല്ലാ ആശങ്കകളും പരിഹരിക്കണം എന്നുള്ളൊരു കാര്യമാണ് ജനങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അനുജ, പൊതുവെയുള്ള കാര്യങ്ങൾ, അതിന്റെ വിശദാംശങ്ങളാണ് സമീർ ബിൻ കരീം നൽകിയത്. പരിശോധനയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകാനാണ് വിപിൻ സി വിജയനുള്ളത്. വിപിൻ, പരിശോധന തുടരുകയാണോ? എന്താണ് അവരുടെ ആദ്യ പ്രതികരണം? തരത്തിലേക്ക് നമുക്ക് ക്യാമറയ്ക്ക് മുന്നിൽ എന്തെങ്കിലും പ്രതികരണം ലഭിച്ചിട്ടുണ്ടോ? അനുജ, ഇതുവരെയും പ്രതികരണത്തിലേക്ക് കടന്നിട്ടില്ല. അവരിപ്പോഴും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജയ്പൂരിൽ നിന്നുള്ള ഡോക്ടർ അനിൽ ദീക്ഷിത്, ഒപ്പം കൊച്ചിയിൽ നിന്നുള്ള ഡോക്ടർ ജിമ്മി തോമസ് തുടങ്ങിയവരുൾപ്പെടുന്ന വിദഗ്ധ സംഘമാണ് ഈ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഇപ്പോൾ ഒരു അരമണിക്കൂറിലേക്കൊക്കെ കടക്കുകയാണ് ഈ പരിശോധന. ഈ കൂരിയാടിലെ ഈ ദേശീയപാത 66-ന്റെ സർവീസ് റോഡായിരുന്നു തകർത്തത്. അതിപ്പോൾ ഈ പരിശോധന നടത്തുന്നത് ദേശീയപാതയുടെ മുകൾ വശത്താണ്. ഇവിടെ നിന്നും അടുത്തുള്ള പാടത്തിലേക്കും ഒക്കെ അവരുടെ ഒരു പരിശോധന നീളുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിൽ സംഭവിച്ചത്, ഒപ്പം തന്നെ എന്താണ് പരിഹാര മാർഗം തുടങ്ങിയ കാര്യങ്ങളാണ് കൃത്യമായി ഇനി അറിയാനുള്ളത്. അപ്പോൾ ഇതിന്റെ കരാറെടുത്ത കമ്പനിയുടെ പ്രതിനിധികൾ, ഒപ്പം തന്നെ നാട്ടുകാർ, ഇവിടെ എന്താണ് സംഭവിച്ചതിനെ സംബന്ധിച്ച ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ ഒക്കെ തന്നെ ഇത് വിശദീകരിക്കാനുണ്ട്. ഇപ്പോൾ NHAI ആണ് ഇങ്ങനെ ഒരു വിദഗ്ധ സമിതിക്ക് രൂപം കൊടുത്തത് എന്നുണ്ടെങ്കിൽ പോലും അതൊരു സ്വതന്ത്രമായിട്ടായിരിക്കും പ്രവർത്തിക്കുക എന്നുകൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ 3 അംഗ സമിതിയാണ്. ഇവർ 2 ദിവസത്തിനകം തന്നെ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നതിനോടൊപ്പം തന്നെ ഇനി എന്താണ് ഒരു പ്രശ്ന പരിഹാരം എന്നതിനും ഒരു കൃത്യമായിട്ടുള്ള ഉത്തരം വേണം. കാരണം ഒരു 90%
90% ജോലി കഴിഞ്ഞ ഒരു റോഡാണ്. ഇതിലൂടെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോയിരുന്ന ഒരു റോഡിന്റെ സർവീസ് റോഡാണ്. ആ പാടെ പൊട്ടിപ്പൊളിയുകയും അതായത് താഴ്ന്ന നിലയിലായിട്ട് ഇരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളത്. ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം. കാരണം ഒരു വശത്തേക്ക് പാടെ തകർന്ന നിലയിലാണ്. മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനിയുള്ള മഴയെ താങ്ങുമോ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ ബാക്കിയാണ്. ഓരോ ദിവസം കഴിയുന്തോറും ഇപ്പോൾ ഈ താഴ്ന്ന പ്രദേശം അത് കൂടുതൽ വിള്ളൽ ഉണ്ടാവുന്നു എന്ന് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ വിദഗ്ധ സംഘത്തിന്റെ പരിശോധന നടക്കുന്നത്. 2 ദിവസത്തിനകം തന്നെ ഇവരുടെ റിപ്പോർട്ട് ഉണ്ടാകും. ഒപ്പം ഈ പരിശോധന കഴിയുന്നതോടുകൂടി തന്നെ നമ്മോട് അവർ പ്രതികരിക്കുമെന്നുള്ളത് കൂടിയാണ് മനസ്സിലാക്കുന്നത്. നാട്ടുകാർ അവരുടെ പരാതിയായി പറയുന്നുമുണ്ട്. ഇപ്പോൾ ഇതിനൊരു അശാസ്ത്രീയതയില്ല, അല്ലെങ്കിൽ അശാസ്ത്രീയമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ല എന്നുള്ളതായിരുന്നു ആദ്യം ഈ NHAയുടെ തന്നെ പ്രൊജക്ട് ഡയറക്ടർ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചത്. അപ്പോൾ അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ഇത് മഴ പെട്ടെന്ന് പെയ്തുകൊണ്ട് തന്നെ ഇവിടുത്തെ വയലുകൾ അതിന് ഒരു വിള്ളൽ വരികയും മണ്ണിടിഞ്ഞ് അത് താഴ്ന്നു പോവുകയുമായിരുന്നു എന്നുള്ളതൊക്കെയാണ് അവരുടെ ഒരു വിശദീകരണമുള്ളത്. പക്ഷെ അത് തന്നെയാണോ ഈ ഒരു വിദഗ്ധ സമിതിയുടെ ഒരു കണ്ടെത്തൽ? അതല്ല, ഏതെങ്കിലും രീതിയിലുള്ള അശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ നടന്നോ എന്നുള്ളതാണ്. മണ്ണിട്ട് അത്രത്തോളം വലിയ നികത്താണ് ഉണ്ടായിരിക്കുന്നത്. അന്ന് തന്നെ അതിനെതിരെ ആക്ഷേപം ഉയരുകയും നാട്ടുകാർ അത് പരാതിയായി പറയുകയും ഇതിനൊരു വിള്ളൽ വീഴാൻ സാധ്യതയുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തതാണ്. പക്ഷേ ജനപ്രതിനിധികളുടെ അടക്കമുള്ളവരുടെ വാക്കുകൾ ഈ ദേശീയപാത അതോറിറ്റിയുടെ ആളുകൾ കേട്ടില്ല. ഒപ്പം തന്നെ നിർമ്മാണ കമ്പനിയുടെ കരാറുകാർ കേട്ടില്ല എന്നുള്ള ആക്ഷേപങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നത്തെ പരിശോധന അത് ഏറ്റവും നിർണായകമാവുന്നതും. അങ്ങനെയാണ് അനുജ. ഇതിൽ ഇവരുടെ പരിശോധനയ്ക്ക് ശേഷം അവർ മാധ്യമങ്ങളോട് പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും അതിനുള്ളൊരു സാധ്യതയുണ്ട്. നമ്മൾ ഇവരുടെ ഒപ്പം തന്നെയുണ്ട്. ഇപ്പോഴും അത് കഴിഞ്ഞിട്ടില്ല. കാരണം ഇത് ഏകദേശം ഒരു 1 കിലോമീറ്ററോളം വരുന്ന ദൂരത്തിലാണ് ഈ ഒരു വിള്ളൽ നടന്നിരിക്കുന്നത്. ഒപ്പം ഇവിടെ മാത്രമല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇപ്പോൾ സമീർ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ മമ്മാൽപ്പടിയിലുണ്ട്, തൊട്ടപ്പുറത്തുള്ള തലപ്പാറയിലുണ്ട്. ഈ പ്രദേശങ്ങളിലൊക്കെ ഒരു വിള്ളലുണ്ട്. അതുകൊണ്ട് തന്നെ അത് വിദഗ്ധ സംഘത്തിന്റെ പരിശോധന കൂരിയാട് അത് പുരോഗമിക്കുകയാണ്. ഒരു പക്ഷേ അതിനുശേഷം അവർ മാധ്യമങ്ങളോട് പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട്. വിപിൻ സി വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി നമ്മൾ പോകുന്നത് കണ്ണൂർ കുപ്പത്തേക്കാണ്. അവിടെ ദേശീയപാതയിൽ വീണ്ടും വിള്ളലുണ്ടായി, തുടർച്ചയായ വിള്ളൽ. അതിന്റെ വാർത്തകൾ പുറത്തു വന്ന് അതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങളുമായി. അരുൺ, ഇപ്പോൾ കുപ്പത്ത് നിന്ന് തുടർച്ചയായി വിള്ളൽ പലയിടങ്ങളിൽ ഉണ്ടാകുന്ന ഏറ്റവും ഭീതിതമായ വാർത്ത പുറത്തു വരികയാണ്. വിശദാംശം. അനുജ, ദേശീയപാതയിലെ വിള്ളലല്ല, മണ്ണിടിച്ചിലാണ്. അത് നമ്മളതിന്റെ ദൃശ്യങ്ങൾ കണ്ടതാണ്. നമ്മളിവിടെ ഉള്ളപ്പോൾ തന്നെയാണ് 2 തവണയായി ഈ കുപ്പത്തെ വലിയ ഭാഗം, അതായത് ദേശീയപാതയോട് ചേർന്ന് കുന്നിടിച്ച ഭാഗം, ആ വലിയ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായത്. 1 മണിക്കൂറിനിടെ തന്നെ 2 തവണ ആ വലിയ 2 ഭാഗങ്ങൾ ഇടിഞ്ഞ് താഴേക്ക് വീഴുന്ന സാഹചര്യമുണ്ടായി. 100 കണക്കിന് വാഹനങ്ങൾ പോകുന്ന വഴിയാണ്, റോഡാണ്. അവിടെയാണ് ഈ അപകട സാധ്യത അല്ലെങ്കിൽ അപകട ഭീഷണിയിൽ ഇപ്പോഴും തുടരുന്നത്. ഇവിടെ ഇപ്പോൾ പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെയുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. നിരവധി നാട്ടുകാരും ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ട്. രാവിലെ വലിയ പ്രതിഷേധങ്ങൾ, ഇവിടെ ദേശീയപാത ഉപരോധം ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന് തൊട്ട് താഴെ, റോഡിന്റെ മറുവശത്ത് താഴെ ജനവാസ മേഖലയാണ്. അവിടെയുള്ള നിരവധി ജനങ്ങൾ ഉൾപ്പെടെ ഇവിടെ ഒത്തുചേരുകയും പ്രതിഷേധം അവരറിയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോഴും ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. ജില്ലാ കളക്ടർ ഇതിൽ ഇടപെട്ടു എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. തളിപ്പറമ്പ് RDOയെ ഈ വിഷയത്തിൽ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അവരിങ്ങോട്ട് എത്തിയിട്ടില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ജനങ്ങളൊക്കെ അവരെത്തിയില്ലെങ്കിൽ, ഇതിനൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധത്തിലേക്ക് കടക്കും. ഇപ്പോൾ തന്നെ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഈ പരിഹാരം, ഈ പ്രദേശമടങ്ങുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. നമ്മളിവിടെ ഉള്ളപ്പോൾ തന്നെ 2 തവണയായി ഈ ദേശീയപാത മണ്ണിടിഞ്ഞ് താഴേക്ക് വീഴുന്ന സാഹചര്യമുണ്ടായി. തൊട്ട് താഴെ 100 കണക്കിന് കുടുംബങ്ങളുണ്ട്. അവരും വലിയ ആശങ്കയിലാണ്. ഇത് നേരത്തെ തന്നെ ശ്രദ്ധയിൽ ഉണ്ടായിരുന്നു. എന്താണ് ഇത് സംഭവിച്ചത്? ഇന്നലെ നമ്മൾ പ്രതീക്ഷിക്കാതെ വന്ന മഴയായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ താഴെ ഒരു വീട്ടിലേക്കായിരുന്നു വെള്ളം മുഴുവൻ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പം ദേശീയപാതയുടെ പണിയുമായി ബന്ധപ്പെട്ട് വെള്ളം താഴോട്ടൊരു വീട്ടിലേക്ക് വരുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. നമ്മൾ രാവിലെ മുതൽ അവിടെ ആയിരുന്നു. അപ്പം അവരെ ബന്ധപ്പെട്ട സ്ഥലത്തേക്ക് മാറ്റി. അതിനുശേഷം ആ സമയത്ത് തന്നെ നമ്മൾ RDO ജില്ലാ കളക്ടർക്ക് നേരിട്ട് തന്നെ ബന്ധപ്പെട്ട് അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇപ്പോൾ 4 മണിയോടുകൂടി ഇതിന് ബന്ധപ്പെട്ട NHന്റെ എക്സ്പേർട്ട് വരുമെന്ന് കളക്ടർ അറിയിച്ചിട്ടുണ്ട്. അവരുമായി നേരിട്ട് സാങ്കേതികമായി എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതിൽ നമ്മളെ നാട്ടുകാരോടൊപ്പം തന്നെ നമ്മളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പ്രസിഡന്റാണ് സംസാരിച്ചത്. അവർക്കും ലഭിച്ചിട്ടുള്ള അറിയിപ്പ് എന്നുള്ളത് ഈ തളിപ്പറമ്പ് RDO ഉൾപ്പെടെയുള്ള, അതോടൊപ്പം തന്നെ ദേശീയപാതയുടെ പ്രൊജക്ടിംഗ് മാനേജർ ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ട് എത്തും, ഇത് കാര്യങ്ങൾ പരിശോധിക്കുമെന്നാണ്. ഇതിൽ പ്രശ്നപരിഹാരം ഉണ്ടാകണം എന്നതാണ്. ഇതിന് താഴെ നമുക്ക് കാണാം, ഈ ഭാഗത്തായി ഇതിന് തൊട്ട് താഴെയാണ്
നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ഭാഗത്ത് തൊട്ട് താഴെയാണ് കുടുംബങ്ങൾ, അതായത് ജനവാസ മേഖലയാണ്. അവിടെയുള്ള ജനങ്ങളാണ് ഇന്ന് രാവിലെ വലിയ പ്രതിഷേധത്തിലേക്ക് പോയത്, ദേശീയപാത ഉപരോധിച്ചുള്ള പ്രതിഷേധത്തിലേക്ക് പോയത്. ഇത് വലിയ കുന്നിടിച്ചിട്ടാണ് ഇവിടെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നത്. ഇവിടെ നിന്നുള്ള മണ്ണ് ഡംപ് ചെയ്യുന്ന സ്ഥലമാണിത്. ഇത് ഈ കാണുന്നതൊക്കെ ഇതൊരു നിരപ്പായ പ്രദേശമല്ല. ഇങ്ങനെ മണ്ണ് ഇവിടെ കൊണ്ട് കുന്നുപോലെ കൂട്ടിയിരിക്കുകയാണ്. അവിടെ നിന്ന് ഈ ഒറ്റ മഴ പെയ്യുന്ന ഘട്ടത്തിൽ ഇന്നലെ ശക്തമായ ഒരു മഴ പെയ്തപ്പോൾ തന്നെ വ്യാപകമായി ഈ മണ്ണിടിഞ്ഞ് ഈ കുന്നിടിഞ്ഞ് താഴേക്ക് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ ഈ റോഡിന്റെ മറുവശത്ത് ഇതാണ് സാഹചര്യമെങ്കിൽ നേരെ തിരിച്ച് നമുക്ക് ഈ വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡിന്റെ മറുവശത്ത് നോക്കിയാൽ കാണാം നിരപ്പായി കുന്നിടിച്ചിട്ടുണ്ട്. ദേശീയപാത നിർമ്മാണം പലയിടങ്ങളിലും കുന്നിടിച്ചുകൊണ്ട് തന്നെയാണ്. നമുക്കതൊരു നമ്മുടെ ഒരു ഭൂസ്ഥിതിയുടെ സാഹചര്യമൊക്കെ പരിശോധിച്ച് കുന്നിടിക്കാതെ ഇത്തരം ഇടങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. പക്ഷേ അവിടെ ഇതിന്റെ കൃത്യമായ പാരിസ്ഥിതികമായ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണോ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത് എന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. അത് അങ്ങനെ പരിശോധിക്കണമെന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെ വ്യാപകമായി ഇത്തരം പ്രദേശങ്ങളിൽ മണ്ണിടിഞ്ഞ് താഴേക്ക് വീഴുന്നു എന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇതിന് തൊട്ട് സമീപം മെഡിക്കൽ കോളേജാണ്, നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയാണിത്. അപ്പോൾ ഇവിടെ ഇത്തരത്തിലൊരു ആശങ്കാജനകമായ സാഹചര്യം ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ ഈ പരാതി ഉയർന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത് പരിശോധിച്ചില്ല? ഈ മഴക്കാലത്തേക്ക് ഇത് എന്തിനു വേണ്ടി കാത്തുവെച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നേരത്തെ തന്നെ പരാതി ഉയർന്നിട്ടുണ്ടെങ്കിൽ ഇത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിലൊരു പരിഹാരം നേരത്തെ ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. ഇനിയിപ്പോൾ ഈ മണ്ണ് നീക്കം ചെയ്യുക ഉള്ളതെല്ലാം പ്രായോഗികമല്ല. അതോടൊപ്പം ഇപ്പോൾ നാട്ടുകാർ കൂടുതൽ പേർ 4 മണിയായതോടെ, നേരത്തെ ജില്ലാ കളക്ടർ പറഞ്ഞ സമയമായതോടെ ഇവിടുന്ന് ഈ പ്രദേശത്തുള്ള നാട്ടുകാരൊക്കെ ഇങ്ങോട്ട് കൂടുതലായി എത്തിച്ചേരുന്നുണ്ട്. അവർ പ്രതിഷേധത്തിലേക്ക് കടക്കും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കളക്ടർ ചുമതലപ്പെടുത്തിയിട്ടുള്ള RDO ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി അവരുമായി ചർച്ച ചെയ്തില്ലെങ്കിൽ, അവരുടെ ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ടി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് രാവിലെ ഉണ്ടായതുപോലുള്ള ദേശീയപാത ഉപരോധം ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങളിലേക്ക് കടക്കും. അതെ, കണ്ണൂർ കുപ്പത്ത് നിന്നുള്ള തത്സമയ കാഴ്ചകളാണ്. അവിടെ മണ്ണിടിച്ചിലാണ് ഉണ്ടായത്. കുന്നിടിഞ്ഞു വീണുകൊണ്ടേയിരിക്കുകയാണ്. ഒട്ടേറെ കുടുംബങ്ങൾ അവിടെയുണ്ട്, മെഡിക്കൽ കോളേജുണ്ട്, ഒട്ടേറെ വാഹനങ്ങൾ കടന്നു പോകുന്ന പാത. അതുകൊണ്ട് തന്നെ വലിയ ഭീതിയിലാണ് അവിടെയുള്ള ആളുകൾ. ഒരുപക്ഷെ വരും മണിക്കൂറുകളിലും വലിയ പ്രതിഷേധം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതാണ് അരുൺ പൂപ്പറമ്പ് നൽകിയ വിവരം. നമ്മൾ തൃശ്ശൂരിലേക്ക് കൂടി ഒന്ന് വളരെ വേഗം പോവുകയാണ്. ചാവക്കാട് മണത്തലയിലും ദേശീയപാതയുടെ ഭാഗമായ മേൽപ്പാലത്തിൽ വിള്ളലുണ്ടായി. 50 മീറ്ററോളം നീളത്തിൽ വിള്ളലുണ്ടായതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ്. സംഭവത്തിൽ പ്രതിഷേധിച്ച് UDFന്റെ നേതൃത്വത്തിൽ ചാവക്കാട്ട് റോഡ് ഉപരോധിച്ചു. സൂരജ് സജീവ് വിശദാംശങ്ങളുമായി. സൂരജ്, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇതിപ്പോൾ എന്താണ് നാട്ടുകാർ പറയുന്നത്? അവരുടെ ഭീതി അത് തുടരുകയാണല്ലോ. അനുജ, ഇന്നലെ വൈകുന്നേരമാണ് ചാവക്കാട് ഈ ദേശീയപാതയുടെ നിർമ്മാണത്തിലിരിക്കുന്ന മേൽപ്പാലത്തിൽ 50 മീറ്ററോളം നീളത്തിൽ ഈ വിള്ളൽ കാണുന്നത്. അത് പ്രദേശവാസിയായിട്ടുള്ള ഒരാൾ മൊബൈലിൽ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെ ഈ പാറപ്പൊടിയും ഒരു മിശ്രിതവും ഉപയോഗിച്ച് ഇത് അടയ്ക്കാനൊരു ശ്രമം തൊഴിലാളികൾ നടത്തിയെങ്കിലും അത് പരാജയപ്പെടുകയായിരുന്നു. രാവിലെ ഇത് കൂടുതൽ ആളുകൾ ഇത് അറിഞ്ഞതോടുകൂടി വലിയ ആശങ്കയിലേക്കും പ്രതിഷേധങ്ങളിലേക്കും കാര്യങ്ങൾ പോയി. ഇപ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് അവർ പറയുന്ന വലിയ ആശങ്കയുണ്ട്. കാരണം മഴ ശക്തി പ്രാപിക്കാനിരിക്കുന്നു. മഴ പെയ്തു തുടങ്ങിയാൽ ഈ വിള്ളലിലൂടെ വെള്ളം ഇറങ്ങി മണ്ണൊലിച്ചു പോയി ഇത് പൂർണ്ണമായും ഈ പാലം തകർന്ന് താഴേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് വലിയ ആശങ്കകൾക്കിടയാക്കുന്നുണ്ട്. ആശങ്ക ദൂരീകരിക്കണം എന്നുള്ളതാണ് ജനങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഈ സംഭവത്തിൽ തൃശൂർ ജില്ലാ കളക്ടറായിട്ടുള്ള അർജുൻ പാണ്ഡ്യൻ നാഷണൽ ഹൈവേ അതോറിറ്റിയോട് അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഈ സംഭവത്തെക്കുറിച്ച് എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ച് അടിയന്തരമായ റിപ്പോർട്ട് നൽകണമെന്നുള്ളതാണ് കളക്ടർ ആവശ്യപ്പെട്ടത്. അതോടൊപ്പം തന്നെ പോലീസിനെയും തഹസിൽദാരെയും ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു അടിയന്തര ഇടപെടൽ, ശാശ്വത പരിഹാരം, ശാസ്ത്രീയ ഇടപെടൽ വേണം എന്നുള്ളതാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്ന. അനുജ, അടിയന്തര ഇടപെടൽ എന്നുള്ളതാണ്. അതെ, എല്ലായിടത്തും ജനങ്ങൾ സ്വാഭാവികമായും ഉന്നയിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അത് വിവിധ ഇടങ്ങളിൽ നിന്നുള്ള തത്സമയ കാഴ്ചകളാണ് പ്രേക്ഷകരുമായി നമ്മൾ പങ്കുവച്ചത്. നമ്മൾ അതിഥികൾ നമുക്കൊപ്പമുണ്ട്. അതിഥികളിലേക്ക് പോവുകയാണ്. നമുക്കൊപ്പമുള്ളത് ജീഷ്മ R. രാജൻ, ഡയറക്ടർ ജിയോ ട്രാൻസെക്ട്, കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് VR. അനൂപ്, ശ്രീ VP ശ്രീപത്മനാഭൻ BJPയുടെ പ്രതിനിധി, ശ്രീ റെജി ലൂക്കോസ് ഇടത് നിരീക്ഷകൻ. ഇത്രയും ആളുകളാണ് നമുക്കൊപ്പം തത്സമയം ചേരുന്നത് അതിഥികളായി. ഞാൻ ആദ്യം പോകുന്നത് റെജി ലൂക്കോസിലേക്കാണ്. ശ്രീ റെജി ലൂക്കോസ്, ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഇതൊരു വലിയ നേട്ടമായി ഉയർത്തി കാണിക്കുകയാണ്. ദേശീയപാത നിർമ്മാണം, അതിനുവേണ്ടി സ്ഥലം ഏറ്റെടുത്ത് നൽകി എന്നൊക്കെയുള്ളത്. ആ സമയത്ത് നമ്മളൊക്കെ വലിയ പ്രതീക്ഷയോടെ കാണുന്ന ഒന്നുകൂടിയാണ്. ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായി വരുന്നു, നമുക്ക് എത്ര വേഗം തിരുവനന്തപുരത്തും ടു കാസർഗോഡ് എത്തിച്ചേരാൻ കഴിയും എന്നൊക്കെയുള്ള പ്രതീക്ഷയിൽ നമ്മൾ പോകുമ്പോഴാണ് തുടർച്ചയായി ഇങ്ങനെ വാർത്തകൾ വരുന്നത്. അതായത് കാലവർഷം തുടങ്ങിയിട്ടില്ല എന്ന് ആലോചിക്കണം. ഒരു മഴ വരുമ്പോഴേക്കും ഇതാണ് അവസ്ഥ. അത് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭീതി ഉണ്ടാക്കുന്ന തരത്തിലേക്കാണ് കാണുന്ന കാഴ്ചകൾ. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു റെജി ലൂക്കോസ്? സംസ്ഥാന സർക്കാരിന്റെ നേട്ടം തന്നെയാണ്
നാഷണൽ ഹൈവേ 66 റീഓപ്പൺ ചെയ്ത് അത് നിർമ്മാണം ഏതാണ്ട് 80% ഘട്ടത്തിലേക്ക് എത്തിയത്. അത് യാതൊരു തർക്കവുമില്ല. 6000 കോടി രൂപ UDF സർക്കാർ ഉപേക്ഷിച്ചിട്ട് പോയ പദ്ധതിക്ക് വേണ്ടി 6000 കോടി രൂപ കേന്ദ്ര നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് നൽകി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പലതവണ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി നേരിട്ട് കണ്ടിട്ടാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. കേരളം ഒരു അഭിമാന പ്രോജക്ട് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഉണ്ടായ നിർമ്മാണ പ്രവർത്തന അപാകതകൾക്ക് സംസ്ഥാന സർക്കാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് അതിന്റെ അലൈൻമെന്റുകൾ നിശ്ചയിച്ച് അതിന് വർക്കുകൾ നടത്തിയത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. അതായത് നാഷണൽ ഹൈവേ അതോറിറ്റി നിർമ്മിച്ച അടൽ സേതു എന്ന് പറയുന്ന ഇന്ത്യയുടെ അഭിമാനമായ ഒരു 17.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു കടൽപ്പാലവും 22 കിലോമീറ്റർ ഓൾ ടുഗദറുള്ള അതിന്റെ അപ്രോച്ച് റോഡ് സഹിതം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത് ആദ്യത്തെ മഴ 6 മാസത്തിനുള്ളിൽ നടന്ന ആദ്യത്തെ മഴയിൽ തന്നെ അതിന് 1/2 കിലോമീറ്റർ ഇടിഞ്ഞ് വിള്ളൽ വന്ന് താഴെ പോയി. അന്ന് മഹാരാഷ്ട്ര PCC പ്രസിഡന്റ് നേതൃത്വത്തിലുള്ള വലിയ പ്രക്ഷോഭമുണ്ടായി ദേശീയ ദേശീയപാത അതോറിറ്റിക്കെതിരെ. 75,000 വാഹനങ്ങൾ ഓടുന്നിടത്ത് ഇപ്പൊ അവിടെ 10,000 വാഹനങ്ങൾ മാത്രമേ നിയന്ത്രണമായിട്ട് ഓടിക്കാൻ സർക്കാർ തയ്യാറായിട്ടുള്ളൂ. അതുകൂടാതെ തന്നെ ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്ത് നാഷണൽ ഹൈവേ അതോറിറ്റി നിർമ്മിച്ച 17ഓളം പാലങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ തകർന്നു വീണത് നമ്മളെല്ലാം മുമ്പിൽ വാർത്തകളായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇതിനകത്ത് അതിനെ കുറ്റപ്പെടുത്തുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുഴുവനും അത് പാലമായാലും റോഡായാലും അതിന്റെ മുഴുവൻ ടെക്നോളജിയും എല്ലാം ഉപയോഗിച്ച് നിർമ്മിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. അതിനകത്ത് സംസ്ഥാന സർക്കാരിന് യാതൊരു 0.1% പോലും അതിനകത്ത് ഉത്തരവാദിത്തമില്ല. തന്നെയുമല്ല ഈ പദ്ധതി കേരളത്തിൽ ചോദിച്ചോളൂ. ഈ പദ്ധതി കേരളത്തിന്റെ ഒരു സ്വപ്ന പദ്ധതിയായ NH66 പൂർത്തീകരിക്കുന്നതിനും അതിനുവേണ്ടി എടുത്തതും സംസ്ഥാന സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാർ ഭരണത്തിന്റെ കാലത്ത് ഉപേക്ഷിച്ചുപോയ പദ്ധതി നടപ്പിലാക്കിയതും അതിനെ 6000 കോടി രൂപ ഇന്ത്യയിൽ ഒരു സ്ഥലത്തും അങ്ങനെ ഒരു പൈസ കൊടുത്തിട്ടില്ല. സ്ഥലം ഏറ്റെടുക്കുന്നതിന് നൽകി ഈ കേരള സർക്കാർ നൽകിയ പദ്ധതി കേരളത്തിന്റെ അഭിമാന പ്രോജക്ട്. അതിന് യാതൊരു തർക്കമില്ല. അതിന് 100% ക്രെഡിറ്റ് സംസ്ഥാന സർക്കാരാണ്. പക്ഷെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അപാകതകളിൽ സംസ്ഥാന സർക്കാരിനെ എങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റും? ദേശീയ തലത്തിൽ തന്നെ പല സ്ഥലത്തും മുംബൈ ഡൽഹി ദേശീയപാതയിൽ 1.5 കിലോമീറ്റർ ഇടിഞ്ഞു പോയി കഴിഞ്ഞ 7 മാസങ്ങൾക്ക് മുമ്പ്. അത് പിന്നെ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പാണെന്ന് ആലോചിക്കാം. അപ്പൊ എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താൻ പറ്റുന്നത്? അപ്പൊ എന്തിനും സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തി ആഘോഷിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ശൈലി. പക്ഷെ ജനങ്ങൾക്ക് എല്ലാവരും ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ അറിയാം. അതുകൊണ്ട് ഇതിനകത്ത് വസ്തുത എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക. ഇന്ത്യയെ മുഴുവൻ താരതമ്യപ്പെടുത്തിയാൽ ഇനി വേറൊരു ഉദാഹരണം പറയാം. നാഷണൽ ഹൈവേ അതോറിറ്റി നിർമ്മിച്ച ഒരു ടണല് ഞാനൊരു സംശയം ഒന്ന് ചോദിക്കട്ടെ ശ്രീ റെജി ലൂക്കോസ്. ഇപ്പോൾ ഇതിൽ സംസ്ഥാന സർക്കാർ എന്താണ് ചെയ്തിരിക്കുന്നത്? ഭൂമി ഏറ്റെടുത്ത് നൽകി എന്നൊക്കെയുള്ളത് നമുക്കറിയാം. പക്ഷേ സർക്കാരിന്റെ ഭരണ നേട്ടം എന്ന തരത്തിലേക്ക് ഇതിനെ ഇത്രയധികം അങ്ങനെയെങ്കിലും ഉയർത്തിക്കാട്ടുന്നത് എന്തിനാണ്? ഇതിലൊരു ഉത്തരവാദിത്വവും ഇപ്പോഴില്ല എന്ന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഇതൊരു ഭരണ നേട്ടം എന്ന തരത്തിലേക്ക് അങ്ങനെ ഉയർത്തി കാണിക്കാനും മാത്രം എന്താണുള്ളത് റെജി ലൂക്കോസ്? അല്ല, ഭരണനേട്ടം തന്നെയാണല്ലോ സംസ്ഥാന സർക്കാരിന്റെ ഇച്ഛാശക്തി. അതാ ഞാൻ പറഞ്ഞത്. നാഷണൽ ഹൈവേ അതോറിറ്റി ആയിട്ടുള്ള തർക്കത്തിൽ അവരെ ഉന്നയിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാൻ വരാതെ തങ്ങൾക്ക് ഈ പദ്ധതി വേണ്ടാന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാർ, നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഓഫീസും പൂട്ടി എന്നേക്കുമായി അടച്ചുപോയ പദ്ധതി റീഓപ്പൺ ചെയ്ത് വളരെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉയർന്ന കേരളത്തിനെ സംബന്ധിച്ചോളം ഗതാഗതത്തിന് വേണ്ടിയിട്ട് അടിയന്തരമായ ആവശ്യമായ നാഷണൽ ഹൈവേ 66 യാഥാർത്ഥ്യമാക്കിയത് ഈ സർക്കാരാ. അത് അഭിമാന പ്രോജക്റ്റാണ്. അതിന് ക്രെഡിറ്റ് പക്ഷേ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല. അല്ല, ഉത്തരവാദിത്വം മറ്റൊരു കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനം ചെയ്യുന്നതിന് ഉത്തരവാദിത്വം, നിർമ്മാണ ഉത്തരവാദിത്വം എങ്ങനെ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കാൻ പറ്റുക? അത് ആർക്കെങ്കിലും ഏറ്റെടുക്കാൻ പറ്റുമോ? ഇപ്പൊ ശരി, ഞാൻ താങ്കളിലേക്ക് എത്താം. അതായത് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഈ കാര്യത്തിൽ ഉന്നയിച്ചിട്ടുള്ള ചില അവകാശവാദങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതുമായി താങ്കളിലേക്ക് അടുത്ത ഊഴത്തിലെത്തും. നമുക്കൊപ്പം ഇപ്പോൾ ജീഷ്മ ആർ രാജനുണ്ട്. ജിയോ ട്രാൻസിറ്റ് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ ഡയറക്ടർ കൂടിയാണ് ജിഷ്മ. ഈ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂരിയാട് അല്ലേ? അതെ. അപ്പോൾ ഇത് ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം, ഇതിന്റെ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ ഭീതി തോന്നുന്ന തരത്തിലേക്കാണ്. അത് അത്ര വലിയൊരു വിള്ളൽ ഉണ്ടാകുന്നു, ഇത് റോഡ് ഇടിഞ്ഞു താഴ്ന്നു പോകുന്നു. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നതാണ് ജിഷ്മയ്ക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പ്രിലിമിനറി സ്റ്റഡി അല്ലെങ്കിൽ ഒരു സൈറ്റ് കണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് തോന്നുന്നത് ഇത് കൂടുതലും ആ സബ്സോയിൽ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ വിള്ളലുണ്ടായ ആ ഏരിയ, അതിന്റെ ഭൂപ്രകൃതിയും അതിന്റെ സോയിൽ ക്യാരക്ടറിസ്റ്റിക്സും സബ്സർഫസും പഠിക്കാതെ അല്ലെങ്കിൽ ആ പഠനത്തിൽ പറ്റിയ ഒരു വീഴ്ച കാരണം ഉണ്ടായതാണ്. അതായത് ഇപ്പോൾ ഒരു മോർ ദാൻ ദ കൺസ്ട്രക്ഷൻ മെറ്റീരിയലോ അങ്ങനത്തെ ഒരു എന്താ പോരായ്മ അല്ലാതെ ആ ഒരു പെർട്ടിക്കുലർ ഏരിയ എന്ന് പറയുന്നത് 2 ഹൈ
രണ്ട് ലാറ്ററൈറ്റ് കുന്നുകളുടെ ഇടയിലുള്ള ഒരു ബേസിനാണ്, ഒരു ക്ലേ ബേസിനാണ്. ഒരുപാട് സ്ട്രീംസ് ഉള്ള അല്ലെങ്കിൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി നല്ലപോലെ ഉള്ള ക്ലേ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അവിടുത്തെ സബ് സർഫസും സബ് സോയിൽ ബെയറിംഗ് കപ്പാസിറ്റിയും അത് പഠിച്ചതിലുള്ള വീഴ്ചയോ പഠിക്കാതിരുന്നിട്ടുള്ള പഠിച്ചിരുന്ന വീഴ്ചയോ അല്ലെങ്കിൽ അതിനെ പറ്റി എന്തോ സബ് സർഫസ് പ്രോപ്പറായിട്ട് പഠിക്കാതെ അത്രയും ഒരു ലോഡ് ഒരു ഡിസൈൻ ഉണ്ടാക്കുകയും ആ ലോഡ് ആ ഒരു പെർട്ടിക്കുലർ ഏരിയക്ക് താങ്ങാൻ പറ്റാതെ അത് ഇരുന്ന് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അതെ, അങ്ങനെയെങ്കിൽ ജിഷ്മ ഇപ്പോൾ ഇത് പഠിച്ചിട്ടില്ല എന്നുള്ളതാണെങ്കിലും പഠിച്ചതിലെ വീഴ്ച ആണ് എന്നുണ്ടെങ്കിലും അത് ഗുരുതരമായ വീഴ്ചയല്ലേ ജിഷ്മ? അതെ അതെ, അത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. നമ്മൾ പറയത്തില്ലേ ഫൗണ്ടേഷൻ ഇല്ലാതെ ഒരു കാര്യം പറ്റത്തില്ല എന്നുള്ളത്. ഇപ്പം ഒരു ലാറ്ററൈറ്റിനെ നഹായിലും എല്ലായിടത്തും നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സ് ഒക്കെ തന്നെയാണ് ഉള്ളത്. പക്ഷെ എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമാണ്. ബിക്കോസ് ഓരോ ഏരിയനെയും ഇപ്പൊ ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഒരു ക്ലേ ബേസിന് അവിടെ ഉണ്ടാകുന്ന ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരു ലാറ്ററൈറ്റ് ഉള്ള ഒരു കൺസ്ട്രക്ഷൻ പോലെ ആകരുത്, ആവാൻ പാടില്ല. ബിക്കോസ് രണ്ട് ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള രണ്ട് ഏരിയ ആണ്. സോ ഇതൊരു 200-300 മീറ്റേഴ്സിലാണ് ഈ വ്യത്യാസം വരുന്നത്. ഒരു 300 മീറ്റേഴ്സ് മാറി ലാറ്ററൈറ്റ് കുന്നും അതിന് തൊട്ട് 300 മീറ്റേഴ്സ് മാറി ക്ലേ ബേസിനും വരുന്നുണ്ട്. അപ്പോൾ ഇതിന് രണ്ടിനെയും അഡ്രസ്സ് ചെയ്യേണ്ടത് ആ രീതിയിലായിരിക്കണം. പഠിച്ച് അതിനനുസരിച്ചിട്ടുള്ള സൊല്യൂഷൻ കൊടുക്കണം. അതായത് നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നവരാരോ അതത് കൃത്യമായി തന്നെ പഠിച്ചു വേണം നിർമ്മാണത്തിലേക്ക് കടക്കാൻ. അങ്ങനെയാണ് അത് വേണ്ടിയിരുന്നത് അല്ലേ? അതെ, തീർച്ചയായും അങ്ങനെ തന്നെയാണ് വേണ്ടിയിരുന്നത്. ബിക്കോസ് നമ്മുടെ ഒരു ഭൂപ്രകൃതി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു ഇപ്പൊ ഇത്രയും കൺസ്ട്രക്ട് ചെയ്തേക്കുന്ന ഒരു NH സ്ട്രക്ചർ എടുത്താൽ തന്നെ അതിൽ ഈ ഒരു കുന്നുകളും വയലുകളും ബേസിൻസും വാലിയും എല്ലാം ചേർന്നിട്ട് അതിലൂടെ എല്ലാം കട്ട് ചെയ്തുകൊണ്ടാണ് നമ്മുടെ NH പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഓരോ സൈറ്റിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ അതിന്റെ സോയിൽ എന്താണെന്നും അല്ലെങ്കിൽ അവിടുത്തെ ഗ്രൗണ്ട് വാട്ടർ എങ്ങനെയാണെന്നും ഇതിനെല്ലാം പഠിച്ചുകൊണ്ട് അതിൽ പഠിക്കാനുള്ള ടെക്നോളജി നമ്മുടെ കയ്യിലുണ്ട്. അത് പ്രോപ്പറായിട്ട് പഠിച്ചുകൊണ്ട് അതിനുതകുന്ന രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ആണ് വേണ്ടത്. അതാണ് ശ്രീ പത്മനാഭൻ. ഇതിപ്പോ ഒരു റോഡ് എന്ന് പറയുന്നത് ദേശീയപാത എന്നൊക്കെയുള്ളത് നിസ്സാര കാര്യമല്ല. രാജ്യത്തുടനീളം നമ്മൾ പല സംഭവങ്ങൾ ഇതിനോടകം തന്നെ റിപ്പോർട്ടുകളായി പുറത്തു വന്നിട്ടുള്ളതാണ്. നമ്മൾ വളരെ ചുരുക്കി സംസാരിക്കുകയാണ്. കേരളത്തിൽ നടന്നത് എന്ത്, കേരളത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്ത് എന്നത്. ഇത് വലിയ വീഴ്ചയല്ലേ ശ്രീ പത്മനാഭൻ? അല്ല, കേരളത്തിൽ മാത്രമല്ല ഈ പ്രശ്നം. മൈസൂർ ബാംഗ്ലൂർ ഹൈവേ നിർമ്മിച്ച സമയത്ത് ഈ പ്രശ്നം ഉണ്ടായിരുന്നു. മൈസൂർ ബാംഗ്ലൂർ ഹൈവേ ഇതുപോലെ വയലിലാണ് നിർമ്മിച്ചത്, വലിയൊരു ഭാഗം. അതുപോലെ മല ഇടിച്ചിട്ടാണ് നിർമ്മിച്ചത്. അവിടെ ഈ വെള്ളക്കെട്ടിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു, ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടായി. ആദ്യത്തെ മഴയ്ക്ക് 2024 മാർച്ച് മാസം 10-ാം തീയതിയോ മറ്റാണ് അത് ഉദ്ഘാടനം ചെയ്തത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഫസ്റ്റ് റെയിൻ വലിയ കുഴപ്പങ്ങളുണ്ടായി, ശരിക്കും സ്വിമ്മിംഗ് പൂള് പോലെയായി. പിന്നീട് വെള്ളം എവിടെ നിന്നാണ് വരുന്നത്, അതേത് വഴിക്കാണ് പോകേണ്ടത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം വീണ്ടും അത് ഒക്കെ റെഡിയാക്കിയപ്പോഴാണ് അത് റെഡിയായത്. കൊങ്കൺ റെയിൽവേ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ കൊല്ലവും 2-3 തവണ കൊങ്കൺ റെയിൽവേയിൽ മലയിടിച്ചിലുണ്ടാവും. എന്നതിന് ശേഷം അത് ക്ലിയർ ചെയ്തിട്ടാണ് വീണ്ടും ഒട്ടിക്കുക. ഇപ്പോൾ അവിടെ നെറ്റൊക്കെ വെച്ച് ഫിറ്റാക്കിയിരിക്കുകയാണ്. അപ്പോൾ വലിയ തോതിലുള്ള കൺസ്ട്രക്ഷൻ വർക്ക് ഇപ്പോൾ കേരളത്തിൽ ഒരു മലപ്പുറത്ത് മാത്രമല്ല. ഇപ്പോൾ കാസർഗോഡ് പ്രശ്നമുണ്ട്, കാഞ്ഞങ്ങാട് പ്രശ്നമുണ്ട്, ചെറുവത്തൂർ മണ്ണിടിഞ്ഞ് ഒരാൾ മരിച്ചു കഴിഞ്ഞു കുറച്ച് മുമ്പ്. ഈ മഴ പെയ്യുന്നതിന് മുമ്പ് തന്നെ മണ്ണിടിഞ്ഞ് മരിച്ചിട്ടുണ്ട്. മടപ്പള്ളിയിൽ വർക്ക് നിന്നിരിക്കുകയാണ്, കാരണം സോയിൽ നെയിൽ ചെയ്ത ഭാഗം ഒന്നായി. സംശയമാണ് ശ്രീ പത്മനാഭൻ, താങ്കൾ അത് നിസ്സാരവത്കരിച്ച് പറയുകയാണോ? ഇത് എല്ലായിടത്തും നടക്കുന്നതാണ്, അതൊരു ജനറലായി നടക്കുന്ന ഒരു കാര്യമാണോ എന്ന തരത്തിലേക്ക് താങ്കൾ ഇതിനെ നിസ്സാരവത്കരിക്കുകയാണോ എന്നൊരു സംശയം. അതല്ല ഞാൻ പറയുന്നത്, നമ്മൾ പ്രകൃതിയുടെ ഘടനയ്ക്ക്, അതായത് ഭൂമിയുടെ ഘടനയിൽ വലിയ മാറ്റം വരുത്തുകയാണ്. വലിയ മെഷീനറി കൊണ്ടുവന്ന് വലിയ കുന്നുകൾ ഇടിച്ചു നിരത്തി 2ആയി പിളർത്തി അതിൻ്റെ നടുവിലൂടെ റോഡ് പോകുന്നു. അതുപോലെ ഈ കുന്നിടിച്ച മണ്ണ് ഉപയോഗിച്ച്, ഈ പാറ പോലത്തെ കുന്നിടിച്ച മണ്ണ് ഉപയോഗിച്ച് വയൽ നികത്തുന്നു. 364 ദിവസവും വെള്ളം കെട്ടി നിൽക്കുന്ന വയലുകളാണ് പല വയലുകളും. ആ വയൽ നികത്തുന്നു. നികത്തിയതിന് ശേഷം അവിടെ 5 ആൾ 6 ആൾ, ഇപ്പോൾ കൂരിയാടൊക്കെ 6 ആൾ ഉയരത്തിലൊക്കെയാണ് മണ്ണ് ഇട്ട് നികത്തിയിരിക്കുന്നത്. എന്നിട്ട് അവിടെ ഹൈവേ നിർമ്മിച്ചിരിക്കുന്നു.
ആ ഹൈവേയിലൂടെ പോകുന്നത് ഈ 24 ചക്രമുള്ള ടൺ കണക്കിന് ഭാരം പേറുന്ന ലോറികളാണ്. അപ്പോൾ ഇത് പ്രകൃതിക്ക് ചില എന്താ പറയുക ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് അത് തുടക്കത്തിൽ എന്തായാലും കുഴപ്പങ്ങൾ സംഭവിക്കും. പ്രത്യേകിച്ച് ആദ്യത്തെ 1-2 വർഷം നിർബന്ധമായിട്ടും ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൊങ്കൺ റെയിൽവേയിൽ സ്ഥിരമായി സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാലക്രമത്തിൽ നമ്മുടെ സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്ക് അനുസൃതമായി പുതിയ പോംവഴികൾ കണ്ടെത്തി ഇത് പരിഹരിക്കണം. അല്ലാണ്ട് നമുക്ക് ഹൈവേ നിർമ്മാണം നിർത്തിവെക്കാൻ പറ്റില്ല. കാരണം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് അല്ല ശ്രീ പത്മനാഭൻ, ഹൈവേ നിർമ്മാണം നിർത്തിവെക്കണമെന്നുള്ളതല്ല, അത് കൃത്യമായ രീതിയിൽ പഠിച്ചിട്ട് വേണം ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ളിടത്താണല്ലോ ഈ പ്രശ്നം നിൽക്കുന്നത്. ഇപ്പോൾ ഈ കാര്യത്തെക്കുറിച്ചൊക്കെ പഠിക്കുന്ന നമ്മളുടെ അതിഥിയായി എത്തിയിരിക്കുന്ന ജിഷ്മ പറഞ്ഞത് കേട്ടല്ലോ, പഠനം നടന്നിട്ടില്ല കൃത്യമായി. അതുകൊണ്ടാണ് ഇത് ഇത്ര വലിയൊരു പ്രശ്നം. താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ഒരിടത്ത് മാത്രമല്ല, പലയിടങ്ങളിലായി ഉണ്ടാവുകയാണ്. അത് പല പല പ്രശ്നങ്ങളാണ്. അല്ല, പഠനം നടന്നിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ പ്രഗത്ഭന്മാരായ എഞ്ചിനീയർമാരുള്ള ഒരു സ്ഥാപനമാണ്. രാജ്യത്ത് ഏറ്റവും പ്രഗത്ഭന്മാരായ എഞ്ചിനീയർമാരുള്ള സ്ഥാപനമാണ്. എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തിൻ്റെ ക്ലാസ്മേറ്റ് നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ ഉയർന്ന പോസ്റ്റിൽ ഇരിക്കുന്ന ആളാണ്. അയാൾ കോഴിക്കോട് NIT നിന്നും റാങ്കോടുകൂടി സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായ ആളാണ്. അയാളെ മോശക്കാരനായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ? ഏതായാലും താങ്കൾ അതിൽ വീഴ്ചയൊന്നും പറ്റിയിട്ടില്ല എന്ന് പറയുകയാണ്. ഞാനൊരു ഇടവേള എടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നു, കുപ്പത്ത് വീണ്ടും വലിയ പ്രതിഷേധത്തിലേക്ക് ആളുകൾ കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ മണ്ണിടിച്ചിലാണ് ഉണ്ടായത്. കുന്ന് ഇടിഞ്ഞു വീഴുന്നു. അങ്ങനെ ഒട്ടേറെ വീടുകൾ അവിടെയുണ്ട്. വീടുകളിലേക്ക് വെള്ളവും മണ്ണും കയറുന്ന സാഹചര്യം ഇതൊക്കെയുണ്ട്. വണ്ടികൾ കടന്നു പോകുന്ന പാതയാണ് അവിടെയുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു വലിയ ഭീതി നാട്ടുകാർക്കുണ്ട്. രാവിലെയൊക്കെ പ്രതിഷേധമുണ്ടായിരുന്നു. ഇപ്പോൾ വൈകുന്നേരമാകുമ്പോൾ വലിയ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തേക്ക് എത്തിരിക്കുകയാണ്. തുടർച്ചയായി മഴ പെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ രാത്രിയാവുകയാണ്. അവരുടെ ഭീതി എന്നുള്ളത് അത് സ്വാഭാവികമായി ഉണ്ടാകുന്നതുമാണ്. ഇപ്പോൾ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ആശങ്ക, അതിലേറ്റവും ഒടുവിലായി കണ്ണൂർ കുപ്പത്ത് ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു എന്നുള്ളത്, തുടർച്ചയായി മണ്ണിടിഞ്ഞു. 3 തവണയാണ് അവിടെ മണ്ണിടിഞ്ഞിട്ടുള്ളത്. നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൂടുതൽ പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ കടന്നിരിക്കുന്നു എന്നതിൻ്റെ വിവരങ്ങൾ വരുമ്പോൾ അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങളുമായുണ്ട്. അരുൺ, ഈ പുതിയ ദൃശ്യങ്ങൾ, അത് കുന്ന് ഇടിഞ്ഞു വീഴുകയാണ്. കൂടാതെ നേരത്തെ അരുൺ പറഞ്ഞതുപോലെ ഒട്ടേറെ വീടുകളുണ്ട് ആ മേഖലയിൽ. വീടുകളിലേക്ക് മണ്ണും വെള്ളവും ഒക്കെ ചെല്ലുന്ന അവസ്ഥ. അങ്ങനെ എന്താണ് ഇപ്പോൾ അവർക്ക്? ഇന്നിപ്പോൾ രാത്രി ആകാറാകുന്നു, മഴ പെയ്യുന്നുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? അനുജ, വീണ്ടും ദേശീയപാത ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ കടക്കുന്നു എന്നതാണ്. നേരത്തെ 4 മണിക്ക് ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തിയ തളിപ്പറമ്പ് RDOയും അതോടൊപ്പം തന്നെ ഈ ദേശീയപാതയുടെ പ്രൊജക്ട് മാനേജർ ഉൾപ്പെടെ ഇവിടെ എത്തി ഇവരുടെ ആശങ്ക കേൾക്കുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതുവരെ ഇവർ ഇങ്ങോട്ട് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ്. എന്താണ് നിങ്ങൾക്ക് ഈ വീണ്ടും പ്രതിഷേധത്തിലേക്ക് വരേണ്ടത്? കാണുന്നില്ല, നേരത്തെ കണ്ടപോലല്ലോ. ആദ്യം നല്ലോണം ഇടിഞ്ഞിടിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരല്ലേ. അപ്പൊ നമ്മ എങ്ങനെ വീട്ടിൽ കടന്നുറങ്ങാം? വെള്ളവും ചളിയുമായിട്ട് തെറ്റും പെറ്റ് താഴേക്കാണ്. അപ്പൊ അതിനൊരു നടപടി നമുക്ക്. വീടുകളിലൊക്കെ ചളിയും മണ്ണും ഉണ്ട്. ചളിയും മണ്ണും വെള്ളം എല്ലായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഒരു അധികാരികൾ വന്നാലേ നമുക്ക്. നേരത്തെ കളക്ടർ വരുന്ന അറിയിച്ചിരുന്നു. പക്ഷേ കളക്ടർ ഇവിടെ ഇതുവരെ എത്തിയില്ല. അതുകൊണ്ടാണ് രണ്ടാമത് കയറിയത്. ആ വീട്ടിൽ നിന്ന് കുട്ടികളൊക്കെ പറയാന്ന്, ഉമ്മ ഇന്ന് രാത്രി ഉറങ്ങാൻ പറ്റൂല എന്നാ ചോദിക്കുന്നത്. അപ്പൊ എന്താ മറുപടി മക്കൾക്ക് കൊടുക്കേണ്ടത്? അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മളില്ലത്. നമ്മളെന്തായാലും ഇവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചത്. രണ്ടിലൊന്നും അറിഞ്ഞിട്ട് ഇരുന്ന് എന്തായാലും നമ്മ വീട്ടിലേക്ക് മടങ്ങുന്നുള്ളൂ. രാത്രിയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലേ? ഇന്നലെ ഒന്നും ഉറങ്ങിയിട്ടില്ല, ആരും ഉറങ്ങിയിട്ടില്ല. CH റോഡ് മൊത്തം ഉറങ്ങിയിട്ടില്ല. എല്ലാവരും കാവലിക്കാന്ന്. ഫുള്ള് വെള്ളവും ചളിയും മണ്ണും മരങ്ങളും ഒക്കെ ഒലിച്ചു പിന്നെ റോഡ് മേലേക്ക് വരെ. അനുജ, ഇവർ ഇന്ന് രാവിലെ പ്രതിഷേധിച്ചിരുന്നു. ഇന്ന് രാവിലെ ദേശീയപാത ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധം ഇവർ നടത്തിയിരുന്നു. ആ ഘട്ടത്തിൽ ഇവരുടെ പ്രശ്നം കേൾക്കുന്നതിന് വേണ്ടി, ആശങ്ക കേൾക്കുന്നതിന് വേണ്ടി ജില്ലാ കളക്ടർ തന്നെ നേരിട്ടെത്തും എന്ന് അറിയിച്ചതിനെ തുടർന്നാണ് ഉച്ചയോടെ ഇവരുടെ പ്രതിഷേധം അവസാനിപ്പിച്ചത്. പക്ഷേ ജില്ലാ കളക്ടർ എത്തിയില്ല. അതിന് പകരം ജില്ലാ കളക്ടർ തളിപ്പറമ്പ് RDO ഉൾപ്പെടെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അറിയിച്ചിരുന്നു. പക്ഷേ അവർ ആരും തന്നെ, ഈ അധികൃതർ ആരും തന്നെ ഇങ്ങോട്ട് ഇതുവരെ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഈ നാട്ടുകാർ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നത്. നമുക്ക് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകാം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്താണ് നിങ്ങളുടെ തീരുമാനം? ഇതിലൊരു പരിഹാരമാകുന്നത്? ഒറ്റ മിനിറ്റ്, തഹസിൽദാർ വിളിക്കുന്നുണ്ട്, ഒന്ന് അവരെ പിന്നെ അറ്റൻഡ് ചെയ്യട്ടെ. എന്താണ് നിങ്ങളുടെ?
ഇത് ശക്തമായ സമരം. ഇതിനൊരു പരിഹാരം കണ്ടില്ല. കാരണം വെച്ചാൽ 2 ദിവസമായി ജനങ്ങൾ ഇവിടെ ഉറങ്ങാതെ കിടക്കുകയാണ്. ഇവിടെ ഇടിഞ്ഞു വീഴുന്ന ഓരോ മണ്ണുകളും കനത്ത മഴ പെയ്ത് കഴിഞ്ഞാൽ മുഴുവൻ വീടുകളിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഇവിടെയുള്ള ജനങ്ങൾ മുഴുവൻ ആശങ്കയിലാണ്. അവർക്ക് താമസിക്കാൻ നല്ലൊരു സൗകര്യമില്ല. അതുകൊണ്ട് ശക്തമായ സമരമായിട്ട് തന്നെയാണ് ജനങ്ങൾ. തഹസിൽദാർ എന്താണ് 25 മിനിറ്റ് കൊണ്ട് പിന്നെ ഹൈവേ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ഓഫീസർമാരും പിന്നെ തഹസിൽദാറിലടക്കം 25 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ റോഡ് മേലെ ഇരിക്കാൻ തന്നെ തീരുമാനം. അവരെത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഇവിടുന്ന് പിന്നെ പിരിഞ്ഞു പോകുന്നുള്ളൂ. ഞങ്ങൾക്ക് കൃത്യമായ ഉറപ്പ് കിട്ടാത്തിടത്തോളം കാലം ഇനി ഇവിടുന്ന് പോകുന്നില്ല. കാരണം വെച്ചാൽ ഏതായാലും മരിക്കാൻ തീരുമാനിച്ചതാണ്. മരിക്കാൻ കാരണം വെച്ചാൽ വീട്ടിൽ ഒരു സുരക്ഷിത ഇല്ലാണ്ട് വീട്ടിൽ കിടക്കുന്നതിന് പകരം ഞങ്ങൾ റോട്ടുമേൽ കടന്നോളാം. കാരണം വെച്ചാൽ അതേ ഞങ്ങൾക്ക് ഗതിയുള്ളൂ. കാരണം വെച്ചാൽ 100 വീടുകളോളം ദുരിതത്തിൽ അനുഭവിക്കുമ്പോൾ ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാവില്ല. ആ സമാധാനം പിന്നെ ഉണ്ടാക്കണമെങ്കിൽ അവർ വന്നില്ല ഒരു ഉറപ്പ് ഞങ്ങൾക്ക് കൃത്യമായിട്ട് വേണം. ശാശ്വത പരിഹാരമാണ് വേണ്ടത്. താൽക്കാലിക പരിഹാരം ഞങ്ങൾക്ക് ആവശ്യമില്ല. ശാശ്വത പരിഹാരം. കാരണം ഇതിൽ നിങ്ങൾ ലൈവായിട്ട് കാണുകയാണ്. ഇടിഞ്ഞു വീഴുകയാണ്. ആ ഇടിഞ്ഞു വീഴുമ്പോൾ ഇപ്പോൾ കുറച്ച് മഴ ശമനം കിട്ടിയതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു ചെറിയൊരു സമാധാനം കിട്ടിയത്. മഴ വന്നു കഴിഞ്ഞാൽ ഈ മണ്ണ് തേച്ച് പോകുന്നത് ആ വീടുകളിലേക്കാണ്. അതാണ് അനുജ, തീർച്ചയായും അത് അവരുടെ ആശങ്കയാണ് അവർ പറയുന്നത്. നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ കഴിഞ്ഞ നമ്മളിവിടെ നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെ 2 തവണ ഈ മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ റോഡിന്റെ മറുവശം വലിയ കുന്നായി നിൽക്കുകയാണ്. അവരുടെ ആശങ്ക പരിഹരിക്കണം എന്നതാണ് അവർ പറയുന്നത്. ആശങ്ക പരിഹരിക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അവിടെ നാട്ടുകാരുടെ പ്രതിഷേധം വീണ്ടുമുണ്ട് എന്നുള്ളതാണ്. ഞാൻ തിരികെ അതിഥികളിലേക്ക് പോകുന്നു. അഡ്വക്കേറ്റ് VR അനൂപ്, ഇതിനിപ്പോൾ ഉത്തരവാദിത്തം ആർക്കാണ്? ദേശീയപാത, അത് നിർമ്മാണം, അതിന്റെ മുഴുവൻ ചുമതലകളും ദേശീയപാത അതോറിറ്റിക്കാണ്. സംസ്ഥാന സർക്കാരിന് സ്ഥലം ഏറ്റെടുത്ത് നൽകുക എന്നുള്ള ഒരു ദൗത്യം അവർ നിർവഹിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നഷ്ടപരിഹാരമൊക്കെ നൽകി സംസ്ഥാന സർക്കാർ അത് ചെയ്തു കഴിഞ്ഞു. ബാക്കി ഒരു കാര്യത്തിലും ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്ന നിലപാട് അവർ സ്വീകരിക്കുകയാണ്. ഇനിയിപ്പോൾ ദേശീയപാത അതോറിറ്റി ആകട്ടെ ഇതിൽ അശാസ്ത്രീയതയൊന്നും ഉണ്ടായിട്ടില്ല നിർമ്മാണത്തിൽ എന്നതാണ് അവരുടെ നിലപാട്. ഇപ്പോൾ കൂരിയാട് വിദഗ്ധ സംഘം പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും ഇതിൽ ഉത്തരവാദിത്തമുണ്ടോ? വീഴ്ച ആരുടേതാണ്? അനൂപ്, ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് ഒന്നുമില്ല എന്ന് പറയുന്ന ദേശീയപാത അതോറിറ്റിയുടെ നിലപാടാണ്. അപ്പോൾ അശാസ്ത്രീയതയുള്ളത് മഴയ്ക്കാണെന്ന് നമ്മൾ അനുമാനിക്കേണ്ടി വരും. ശാസ്ത്രീയമായി ദേശീയപാത നിർമ്മാണം നടക്കുകയും അശാസ്ത്രീയമായി മഴ പെയ്തത് കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നല്ല ഇതിൽ നിന്ന് അനുമാനിക്കേണ്ടത്. കേരളം പോലെ അല്ല, തുടർച്ചയായി മഴ പെയ്തതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നൊരു പ്രസ്താവനയും അവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. അത് എത്ര വിചിത്രമായ ഒരു പ്രസ്താവനയാണ് അഡ്വക്കേറ്റ് VR അനൂപ്. മഴ തുടർച്ചയായി പെയ്യും എന്നൊക്കെയുള്ളത് ഇനി അങ്ങോട്ടത് കാണാൻ പോവുകയാണല്ലോ നമ്മൾ. അതൊരു അപൂർവ പ്രതിഭാസമല്ലത്. മനുഷ്യന്റെ സാമാന്യ ബുദ്ധിയെ പരിഹസിക്കുന്ന നിലപാടുകളാണ് ഇവർ എടുക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് വലിയ ബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല. ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് സ്വാഭാവികമായും ദേശീയപാത അതോറിറ്റിക്കാണ് അതിന്റെ നിർമ്മാണ ചുമതല എന്ന് നമുക്കറിയാം. പക്ഷെ ഇതിനെ ഈ നിമിഷം വരെ, കഴിഞ്ഞ ദിവസം വരെ സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ പ്രൊജക്റ്റായി അവതരിപ്പിക്കുക മാത്രമല്ല, പൊതുമരാമത്ത് മന്ത്രി നടത്തിയ അവകാശവാദങ്ങൾ പബ്ലിക് ഡൊമൈനിൽ ഇപ്പോഴും ലഭ്യമാണ്. അദ്ദേഹം പറഞ്ഞത് എന്താ? ഈ നിർമ്മാണത്തിന്റെ ഓരോ പുരോഗതിയും ഓരോ ഘട്ടവും PWD പരിശോധിച്ച് വിലയിരുത്തുന്നുണ്ടെന്നാ. ആ വിലയിരുത്തൽ എവിടെ പോയി? ഇപ്പോൾ താങ്കളും നമ്മളിവിടെ ഈ ഇത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, സംവാദം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ണൂരിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണുന്നത് എന്താ? അവിടെ ഇത്ര അതൊരു ജീവന്റെ സുരക്ഷിതത്വത്തിന്റെ പ്രശ്നമായി, ഒരു ക്രമസമാധാന പ്രശ്നമായി ജനങ്ങൾ ആശങ്കയിലാകുന്ന സാഹചര്യത്തിൽ പോലും ജില്ലാ ഭരണകൂടം ചർച്ചയ്ക്ക് പോലും വരാൻ തയ്യാറാവുന്നില്ല. കളക്ടർ പറയുന്നു തഹസിൽദാരെ RDOന് ചുമതലപ്പെടുത്തി എന്ന് പറയുന്നു. എന്നിട്ട് ഇതുപോലെ സെൻസിറ്റീവ് ആയ ഒരു പ്രശ്നത്തിൽ, ഒരു കൂട്ടം ജനങ്ങൾ വീതിയിൽ നിൽക്കുന്ന പ്രശ്നത്തിൽ ചർച്ചയ്ക്ക് പോലും തയ്യാറാവാത്ത സംസ്ഥാന ഭരണകൂടം പൂർണ്ണ പരാജയമാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നിഷേധിക്കാൻ കഴിയുന്നത്? മറ്റു കാര്യങ്ങളൊക്കെ നമുക്കൊരു ചർച്ചയ്ക്ക് വേണ്ടി നിർത്തിവെക്കാം. ദേശീയപാത നിർമ്മാണത്തിൽ ആർക്ക് ഉത്തരവാദിത്തം എന്നുള്ള കാര്യങ്ങളൊക്കെ നിർത്തിവെക്കാം. ഇത്രകാലം അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ നടത്തിയ ശ്രമങ്ങളുണ്ട്, അതിന് നമുക്ക് മാറ്റിവെക്കാം. പക്ഷേ ഇപ്പോഴത്തെ തൽസ്ഥിതിയിൽ സംസ്ഥാനത്തുടനീളം ജനങ്ങൾ ആശങ്കയിലാകുമ്പോൾ അത് പരിഹരിക്കാനുള്ള ഉത്തരവാദിത്തം സംസ്ഥാന ഗവൺമെന്റിനില്ലേ, ഗവൺമെന്റ് ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥർക്ക് ഇല്ലേ എന്നുള്ളതാണ് പ്രശ്നം. ഇത് ദേശീയപാത നിർമ്മാണ അതോറിറ്റിയുടെ വീഴ്ചയാണെന്ന് പറഞ്ഞ് നാളെ ഈ ജനങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൽ നിന്ന് കൈ കഴുകാൻ സംസ്ഥാന ഭരണകൂടത്തിന് കഴിയുമോ? ഇവിടെ ഈ പറയുന്ന നമ്മൾ കണ്ട ദൃശ്യങ്ങൾ, സ്ത്രീകൾ അടക്കമുള്ള ആളുകൾ തെരുവിൽ സമരരംഗത്താണ്, റോഡിൽ നിൽക്കുകയാണ്.
കുട്ടികളുണ്ട്. അവർ കാലത്ത് സമരം നടത്തി. ജില്ലാ കളക്ടർ അവരുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് വളരെ മിനിമം ന്യായമായ ഒരു ആവശ്യമല്ലേ? ജില്ലാ കളക്ടർ സംസാരിക്കണം, ഉറപ്പ് നൽകണമെന്ന് പറഞ്ഞിട്ട് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാൻ ജില്ലാ കളക്ടർ തയ്യാറാകുന്നില്ല. ആരുടെ പരാജയമാണ്? സംസ്ഥാന ഗവൺമെന്റിന്റെ പരാജയമല്ലേ? എന്താണ് ഇതിനകത്ത് സംശയമുള്ളത്? ഇവിടെ ഈ പദ്ധതിയെ ഒരു വലിയ അഭിമാന പദ്ധതിയായി അവതരിപ്പിക്കുകയും അതേസമയം ഇത്തരം സാഹചര്യങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിനെ അഭിസംബോധന ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണ് സംസ്ഥാന ഗവൺമെന്റ് ഭാഗത്തുനിന്നുണ്ടാവുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ഒരു വാദത്തിന് വേണ്ടി മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം. പക്ഷേ ഇതൊരു വലിയ പ്രശ്നമായി മാറുമ്പോൾ, സംസ്ഥാനത്തുടനീളം ജനങ്ങൾ ഭീതിയിലാകുമ്പോൾ, ഇത് ദേശീയപാത അതോറിറ്റിയുടെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ് കൈ കഴുകാൻ സംസ്ഥാന ഗവൺമെന്റിന് കഴിയുമെന്നുള്ളതാണ്. സംസ്ഥാന ഗവൺമെന്റിന് ഭരണഘടനാപരമായ ബാധ്യതയുണ്ട്. ആർട്ടിക്കിൾ 21 പറയുന്ന ഒരു ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത് ജീവന് ഉള്ള അവകാശം, ജീവിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് ഒരു പൗരന്റെ പ്രാഥമികമായ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശമാണ്. അത് പരിരക്ഷിക്കുന്നതിൽ സംസ്ഥാന ഗവൺമെന്റ് പരാജയപ്പെട്ടു. കണ്ണൂർ സ്ത്രീകൾ അടക്കമുള്ള ആളുകൾ കാലത്ത് സമരം ചെയ്യുന്നു, ഈ സമയത്ത് സമരം ചെയ്യേണ്ടി വരുന്നു. ഇങ്ങനെ കാലാവസ്ഥ കെടുതിയിൽ നിൽക്കുമ്പോഴും സ്ത്രീകളെ, കുട്ടികളെ, ഒരു മുഴുവൻ ജനങ്ങളെ ദുരന്തമുഖത്തേക്ക് തള്ളിവിട്ടതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് മാറാൻ കഴിയില്ല. ഇവിടെ നടക്കുന്നത് എന്താ? റിയാസ്ട്രോ. നമ്മൾ കഴിഞ്ഞ ഈ ദിവസം പോലും കണ്ടു സ്മാർട്ട് സിറ്റിയുടെ സ്മാർട്ട് റോഡിന്റെ അവകാശത്തിന് വേണ്ടി. ശരി, അത് മറ്റൊരു വിഷയമാണ്. ഇപ്പോൾ കാസർഗോഡ് മാവുങ്കാലിൽ വീണ്ടും അവിടുത്തെ പ്രതിഷേധമുണ്ട് എന്ന് തോന്നുന്നു. എനിക്കതിന്റെ കൃത്യമായ വിവരങ്ങൾ അറിയില്ല. അവിടെ വിള്ളൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. രാവിലെയൊക്കെ പ്രതിഷേധമുണ്ടായ ഇടമാണ്. അരുൺ പൂപ്പറമ്പ, കാസർഗോഡാണ് ഈ സ്ഥലമുള്ളത്. അരുൺ പാറക്കിലാണ് വിശദാംശങ്ങളുമായുള്ളത്. അരുൺ, എന്താണ് അവിടെ ഇപ്പോൾ സംഭവിക്കുന്നത്? ജനങ്ങളുടെ ഭീതി അതുണ്ടോ ഇപ്പോഴും? അവരുടെ ആശങ്കയിലാണോ അവർ? അനുജ, ഞാൻ നിൽക്കുന്നത് മാവുങ്കാലിലാണ്. കാസർഗോഡ് കണ്ണൂർ ദേശീയപാതയാണ്. NH66 കാസർഗോഡ് മുതൽ കണ്ണൂരിലേക്ക്, അതായത് മംഗലാപുരത്ത് നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന ദേശീയപാതയാണ്. ആ ദേശീയപാതയിൽ മാവുങ്കാൽ ജംഗ്ഷൻ ഇതിന് തൊട്ടടുത്താണ്. ഈ മാവുങ്കാലിലാണ് ഈ വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഇന്നലെയാണ് ഇതിന് തൊട്ടപ്പുറത്ത് സർവീസ് റോഡ് ഇടിഞ്ഞത്. ആ സമയത്ത് നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഇവിടെ ഇന്നലെ ഉച്ചയോടുകൂടി വിള്ളൽ രൂപപ്പെടുകയായിരുന്നു. 2 സ്ഥലത്താണ് വിള്ളൽ രൂപപ്പെട്ടത്. അത് വലിയ രീതിയിലുണ്ട്. ഇത് ഈ ദേശീയപാതയിലെ നടുഭാഗത്ത്, അതായത് കണ്ണൂർ ഭാഗത്തേക്കുള്ള റോഡിൽ നടുഭാഗത്താണ് ഈ വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത്. അതിപ്പോൾ കരാർ കമ്പനിയുടെയും അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പിൻ്റെയൊക്കെ ഉദ്യോഗസ്ഥരെത്തി പരിശോധിച്ചു. ഇതിപ്പോൾ ജോലിക്കാർ എത്തി അവർ ഈ വിള്ളൽ മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇത് റോഡ് നവീകരിക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടുത്തെ ഈ വാഹന ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട്. ഇത് അപ്പുറത്തെ സൈഡിലേക്ക്, അതായത് മംഗലാപുരത്തും ഭാഗത്തേക്ക് പോകുന്ന ആ റോഡിന്റെ സൈഡിലേക്ക്. കാസർഗോഡ് മാവുങ്കാലിലാണ് ഇപ്പോൾ വിള്ളൽ ഉണ്ടായിട്ടുള്ളത്. പരിഹരിക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. പക്ഷേ അതൊന്നും പ്രായോഗികമല്ല എന്നതും നമുക്കറിയാവുന്നതാണ്. അതിഥികളിലേക്ക് പോവുകയാണ് നമ്മൾ. ശ്രീമതി ജിഷ്മ ആർ ജയൻ, ഇതിലിപ്പോൾ നമ്മൾ പലയിടങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള കാഴ്ചകൾ കാണുകയാണ്. ദേശീയപാതയിലുള്ള വിള്ളൽ, കൂടാതെ സർവീസ് റോഡ് പൂർണ്ണമായും ഇടിഞ്ഞു താഴ്ന്നു പോകുന്നു, വെള്ളക്കെട്ടുണ്ടാകുന്ന കാഴ്ച, അതുപോലെ കുന്ന് ഇടിഞ്ഞു വീഴുന്നു. കുന്നൊക്കെ ഇടിച്ച് തന്നെ ആകാം പലപ്പോഴും ഇത്തരം വികസന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് പലയിടങ്ങളിലും. പക്ഷേ ഈ തുടർച്ചയായിട്ട് ഇങ്ങനെ കുന്നിടിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ള ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു സ്ഥലത്താണെങ്കിൽ പോലും നമുക്കത് ഒരു നിസ്സാരമാണ് എന്ന് പറയാൻ കഴിയില്ല. ഇത് പലയിടങ്ങളിൽ ഇങ്ങനെ കാണുമ്പോൾ അത് ഗുരുതരമായൊരു കാര്യമാണല്ലോ. അത് അസ്വാഭാവികമായി ഉണ്ടാകുന്നത് തന്നെയല്ലേ ജിഷ്മ? അതെ, എന്നുവെച്ചാൽ ഇപ്പോൾ ഈ ദേശീയപാത നമുക്കിപ്പോൾ ഓൾറെഡി വടക്കൻ മേഖലയിൽ ചെയ്തിട്ടുള്ളതിൽ വെച്ച് നമുക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന 3-4 കാര്യങ്ങളുണ്ട്. ഒന്ന്, സർവീസ് റോഡുകളുടെ സമീപം ഈ സ്ലോപ്പ് റോഡുകൾ, ഇപ്പൊ കുന്നുകളാണെങ്കിൽ ഒരു 15 to 18 മീറ്റേഴ്സ് ഒക്കെ കട്ട് ചെയ്ത് പോകുന്നത്, അതിടിഞ്ഞ് ഒരു സ്ലോപ്പ് സ്റ്റെബിലിറ്റി പോലും നോക്കാതെ കട്ട് ചെയ്തതും അത് ഇടിഞ്ഞ് വീഴാനുള്ള അതൊരു ഇഷ്യൂ. സെക്കൻഡ് ഇഷ്യൂ എന്ന് പറയുന്നത്, ഇപ്പം കുന്നുള്ള സ്ഥലങ്ങളിൽ കുന്ന് കട്ട് ചെയ്തിട്ടാണ് NH പോകുന്നത്. ഇപ്പൊ ബേസിൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ താഴ്ന്ന പ്രദേശമാണെങ്കിൽ NH എലിവേറ്റഡ് ആയിട്ട് പോകുന്നു. ഇപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സ്ട്രെച്ച് കംപ്ലീറ്റ് പോകുന്നത്. ഒരു കാര്യം, ഈ സൈഡിലുള്ള സർവീസ് റോഡിലുള്ള എന്താ പറയാ, ഈ സർവീസ് റോഡിലുള്ള കുന്നുകൾ ഇടിച്ചു വെച്ചിരിക്കുന്ന ആ സ്ലോപ്പ് വീഴാനും, രണ്ടാമത്തത് ഇതുപോലെ എലിവേറ്റഡ് ആയിട്ടുള്ള പോർഷൻസ് വിള്ളൽ വന്ന് അത് താഴത്തെ സ്റ്റെബിലിറ്റി നോക്കാതെ ചെയ്തത് കൊണ്ട് ആവാം, അങ്ങനത്തെയുള്ള കാര്യങ്ങൾ കൊണ്ട് അത് ഇടിഞ്ഞു പോവുകയും. അതുപോലെ തന്നെ വെള്ളക്കെട്ട്, ഇവിടെ എവിടെയും പ്രോപ്പറായിട്ട് ഒരു ഗ്രൗണ്ട് വാട്ടർ അതിനെ തടഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ അതിനെ ഒന്ന് റീറൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിനൊരു പ്രഷർ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള
കാര്യങ്ങൾ പലയിടങ്ങളിലും കാണാനില്ല. അപ്പൊ അത് വെള്ളം വരുന്ന മഴ വരുന്ന സമയത്തെ വെള്ളക്കെട്ട് മാത്രമല്ല പറയുന്നത്, നാച്ചുറലി ഉണ്ടായിരുന്ന സ്ട്രീംസും മറ്റ് ഗ്രൗണ്ട് വാട്ടർ ചാനൽസും കട്ട് ചെയ്തുകൊണ്ട് ചെയ്തിട്ടുള്ള കൺസ്ട്രക്ഷൻസും ഇതെല്ലാം കാരണം ഇനിയും ഇതുപോലുള്ള അതായത് എന്റെ സംശയം, ഇത് ഇത്ര വലിയൊരു പ്രോജക്റ്റ് ആണല്ലോ ജിഷ്മ, ഇത് ദേശീയപാത എന്ന് പറയുന്ന നിർമ്മാണം ഇത്ര വലിയൊരു പ്രോജക്റ്റ് ആണ്. അവിടെ പ്രാഥമികമായി പോലും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഒരു പഠനം പോലും നടത്താതെ, ഇപ്പൊ നമ്മളൊരു ചെറിയ കെട്ടിടം പണിയുമ്പോൾ പോലും നമ്മൾ അതിനെടുക്കുന്ന ചില മുൻകരുതലുകൾ ഉണ്ടല്ലോ, അതുപോലും ചെയ്യാത്ത തരത്തിലേക്കാണോ ഈ നിർമ്മാണ പ്രവൃത്തി നടന്നിട്ടുള്ളത്? കാരണം കേരളത്തിൽ മാത്രമല്ല ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉയർന്നു വന്നിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ നമ്മൾ ഇത് നേരിട്ട് കാണുമ്പോഴാണ് ഇതിന്റെ എത്രത്തോളം ഭീതിതമാണ് ആ അവസ്ഥ എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. പ്രാഥമികമായി നടത്തേണ്ടുന്ന കാര്യങ്ങൾ പോലും ചെയ്തിട്ടില്ല എന്നാണോ? അതെ, ആയിരിക്കാം. കാരണം ഇന്ന് ഒരു 10 കൊല്ലം മുന്നേ, ഒരു 30 കൊല്ലം മുന്നേ കൊങ്കൺ റെയിൽവേ ചെയ്ത സമയത്തെ ടെക്നോളജിയോ കാര്യങ്ങളോ അല്ല നമുക്കിപ്പോൾ ഉള്ളത്. ഇന്ന് വി ഹാവ് ഇൻസ്ട്രുമെന്റ്സ് ടു സ്കാൻ അപ് ടു 200 meters to 300 meters. ഒരു ചെറിയൊരു സ്പേസ് ഉണ്ടെങ്കിൽ, ഒരു സ്ക്വയർ ഫൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ താഴത്തോട്ട് 300 meters അല്ലെങ്കിൽ 500 meters സ്കാൻ ചെയ്ത് ഓരോ ലെയറിലും എന്താണ്, അതിന്റെ സ്ട്രാറ്റ എന്താണ്, അതിന് എത്രത്തോളം ബിയറിംഗ് കപ്പാസിറ്റി ഉണ്ട്, എന്തൊക്കെ ചാനൽസ് ആണോ, ഇതെല്ലാം പഠിക്കാൻ പറ്റുന്ന ഇൻസ്ട്രുമെന്റ്സും ടെക്നോളജിയും ഇന്ന് നമുക്കുണ്ട്, ഇന്ത്യയിലുണ്ട്, കേരളത്തിൽ അവൈലബിൾ ആണ്. ഇത് ഇങ്ങനെ സ്പെസിഫിക് ആയി പഠിച്ച് അതിന് പറ്റുന്ന രീതിയിൽ, അതായത് ഇപ്പോൾ ഒരു എക്സ്പ്രസ് ഒരു ഡെവലപ്മെന്റ് വേണ്ട, ബീങ് എ സിവിൽ എഞ്ചിനീയർ ഞാൻ ഒരിക്കലും പറയത്തില്ല ഡെവലപ്മെന്റ് വേണ്ട, വികസനം വേണ്ട, ഒന്നും പറയത്തില്ല. പക്ഷേ ഇപ്പൊ പരിസ്ഥിതിയുമായി അതിന് ഉതകുന്ന രീതിയിൽ എങ്ങനെയാണോ ഒരു ഭൂമിയുടെ കിടപ്പ്, അത് പഠിച്ച് അതിന് പറ്റുന്ന രീതിയിലുള്ളൊരു സൊല്യൂഷൻ കൊടുക്കണം. അതാണ് ഈ തരത്തിലേക്ക് ആയില്ല അതിന്റെ നിർമ്മാണം നടത്തേണ്ടിയിരുന്നത്. ഇപ്പോൾ വയൽ നികത്തിയൊക്കെയുള്ള ഇടത്താണ് പലയിടത്തും ഈ കൂരിയാടൊക്കെയുള്ള പ്രശ്നവും അത് തന്നെയാണ്. അവിടെ ഇങ്ങനെ ആയിരുന്നില്ല നിർമ്മാണം നടത്തേണ്ടിയിരുന്നതെന്ന് വിദഗ്ധർ പോലും ഇപ്പോൾ പറയുകയാണ്. നിർമ്മാണം ഇത്രയുമൊക്കെ ആയി ഇങ്ങനെ വലിയൊരു അപകടം ഉണ്ടാകുന്ന അവസ്ഥയിൽ ഇത് പറയേണ്ടി വരുന്നു എന്നുള്ളത് ലജ്ജാകരം തന്നെയാണ്. ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ റെജി ലൂക്കോസ്, ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം, ഇത് സംസ്ഥാന സർക്കാരിന്റെ നേട്ടമാണ് എന്ന തരത്തിലേക്ക്, തീർച്ചയായും അതിൽ സ്ഥലം ഏറ്റെടുത്ത് നൽകിയിട്ടുണ്ട്, വലിയ നഷ്ടപരിഹാര തുകയൊക്കെ കൊടുത്തിട്ടുണ്ട്, ആ തരത്തിലേക്ക് ഒരു നേട്ടമെന്ന് അവകാശപ്പെടാം. പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മൾ ഇതിൽ മുഹമ്മദ് റിയാസ് പുറത്തിറക്കുന്ന പല ഘട്ടങ്ങളിലും പുറത്തിറക്കുന്ന വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം പറഞ്ഞത് ഓരോ ഘട്ടത്തിലും ഞങ്ങളുടെ കൃത്യമായ ഇൻസ്പെക്ഷൻ ഉണ്ടായിട്ടുണ്ട്, പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ ഓരോ ഇടത്തും പോയൊക്കെയുള്ള ഞങ്ങളുടെ ഇൻസ്പെക്ഷൻ ഉണ്ടാകുന്നുണ്ട് എന്നതാണ്. ഈ അവകാശവാദം എന്തിനാണ് ശ്രീ റെജി ലൂക്കോസ്? അങ്ങനെ ഇൻസ്പെക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് ഇത്തരത്തിലേക്കാകുമോ? അല്ല, തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അവകാശവാദം 100% ശരിയല്ലേ. കാരണം ഉപേക്ഷിച്ചു പോയൊരു പദ്ധതി താങ്കൾ വീണ്ടും അത് തന്നെ പറയുകയാണ്. ഞാൻ ചോദിക്കുന്നതല്ല, ഈ ഉപേക്ഷിച്ചു പോയ പദ്ധതിയൊക്കെ തുടങ്ങി, അത് കഴിഞ്ഞിട്ടാണല്ലോ അതിന്റെ നിർമ്മാണം ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. ആ നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക് ഓരോ ഇടത്തും ഞങ്ങൾ പോയി ഇതിൽ കൃത്യമായി തന്നെ ഞങ്ങളുടെ ഒരു ഒബ്സർവേഷൻ ഉണ്ട്, ഇൻസ്പെക്ഷൻ ഉണ്ട് എന്ന് പറയുകയാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ. അങ്ങനെ ഒരു ഇൻസ്പെക്ഷൻ ഉണ്ടായിട്ടാണോ ഇത് ഈ തരത്തിലേക്ക്? മാത്രമല്ല ഇപ്പോൾ MP-മാരും MLA-മാരും പഞ്ചായത്ത് ഭാരവാഹികളും ഒക്കെ ഈ മേഖലയിൽ കൂരിയാട് ഉൾപ്പെടെയുള്ള ഇടത്ത് ഇത് അപാകത ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയതാണ്, അശാസ്ത്രീയമാണെന്ന് ചൂണ്ടിക്കാട്ടിയതാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ ഇന്നലെ പറഞ്ഞതൊക്കെ താങ്കൾ കേട്ടില്ലേ? ഇത് പലകുറി ഇങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും എന്ത് ചെയ്തു? എന്നിട്ടാണ് ഇത്തരം അവകാശവാദം ഉന്നയിക്കുന്നത് റെജി ലൂക്കോസ്? ഇല്ല, അവകാശവാദത്തിന് ഒരിക്കലും പിന്നോട്ട് പോകുന്നില്ല. ഞാൻ വീണ്ടും ആവർത്തിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അനുജയോട് വേറൊരു കാര്യം പറയാം. അതായത് നമ്മൾ ഈ നാഷണൽ ഹൈവേ അതോറിറ്റിനെ അന്ധമായിട്ട് കുറ്റപ്പെടുത്തുമ്പോൾ അവരുടെ ഭാഗത്ത് അപാകതയുണ്ടെന്നുള്ളത് ഞാനും അംഗീകരിക്കുന്നു. ഗ്രീഷ്മ പറഞ്ഞതിനോട് യോജിക്കുന്നതാണ്. നിങ്ങളത് മനസ്സിലാക്കേണ്ട വസ്തുത, ലോകത്തെ 82 രാജ്യങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ച ടെക്നോളജിയാണ് ഇപ്പൊ നമ്മുടെ ദേശീയപാത അതോറിറ്റി കേരളത്തിൽ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. ഈ മണ്ണ് ഇടിച്ച് താഴെ കുന്നുകൾ ഇടിച്ച് അതിലൂടെ എന്താ പറയാ ഒരു വീതിയുള്ള ഗർത്തം ഉണ്ടാക്കി, അതുപോലെ തന്നെ ഈ മണ്ണുകൾ കൊണ്ട് നിരത്തി വയലുകൾ നിരത്തുന്നതിനൊക്കെയുള്ള 82 രാജ്യങ്ങളിൽ ഉപയോഗിച്ച് പരീക്ഷിച്ച ടെക്നോളജിയാണ് ഇപ്പൊ അവരോട് ഉപയോഗിക്കുന്നത്. ഒന്നുകൂടെ പറയാം, ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് റോഡ് നിർമ്മാണം എന്ന് പറയുന്നത് മലേഷ്യൻ കമ്പനികളാണ്. കേരളത്തിലൊരു കമ്പനി അത് നിർമ്മിച്ചിട്ടുണ്ട്. നമ്മുടെ ചെങ്ങന്നൂർ തിരുവനന്തപുരം MC റോഡിന്റെ ഫസ്റ്റ് റീച്ച്. അതെ, ഇതൊക്കെ താങ്കൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ജനങ്ങൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. നമ്മൾ ഈ കാണുന്ന കാഴ്ചകൾ, ഇതിന് മറുപടി പറയേണ്ടത് ആരാണ്? കൃത്യമായി ഇൻസ്പെക്ഷൻ നടത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിങ്ങനെയാണോ? ഇത് ഈ തരത്തിലേക്കല്ല നിർമ്മാണം വേണ്ടത്, ഇത് അശാസ്ത്രീയമാണ് എന്ന് പലകുറി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെന്ന് ജനപ്രതിനിധികൾ ഉൾപ്പെടെ പറയുകയാണ്. അപ്പോൾ സംസ്ഥാന സർക്കാർ ഇതെല്ലാം കണ്ണുമടച്ച് ഓരോ ഘട്ടത്തിലും ഇതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വേണ്ടി വീഡിയോകൾ പുറത്തിടുക, റീൽസ് ഇടുക, ഇതാണോ ഉത്തരവാദിത്തം? അനുജ, അങ്ങനെ അതിനെ കൊണ്ടുപോകരുത്. കാരണം വെച്ചാല് നിർമ്മാണ പുരോഗതി പിന്നെ PWD ഉദ്യോഗസ്ഥന്മാരും ബഹുമാനപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസ് വിലയിരുത്തുന്നുള്ളതിനകത്ത്
അതിന്റെ ടെക്നോളജിയിൽ കൈകടത്താനായിട്ട് എങ്ങനെയാണ് PWDക്ക് അല്ല അധികാരം അങ്ങനെയെങ്കിൽ കിട്ടുന്നത്? ഇതിലൊരു അത് പരാതി ഉണ്ട് നാട്ടുകാരുടെ എന്ന് ആവശ്യമല്ലേ ഞാൻ എല്ലാവരും ഒരേ സ്വരത്തിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെ പറയുമ്പോൾ അതിൽ ഇടപെട്ടോ? അല്ല, ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവര് അങ്ങനെ ഇടപെടുമ്പോൾ അവർ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ഒരു പരാതി കൊടുക്കണം. സംസ്ഥാന സർക്കാരിന് ഇതുവരെ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു അപാകതകൾ കണ്ടുപിടിക്കാത്ത അപാകതകളില്ലെന്ന് ഞാൻ പറയുന്നില്ല. അടൽ സേതു തന്നെ ഏറ്റവും വലുതാണ് ഞങ്ങളോട് പറഞ്ഞു. അത് 6 മാസം കഴിഞ്ഞപ്പോൾ മഴ പെയ്തപ്പോൾ ആദ്യത്തെ മഴയ്ക്ക് തന്നെ 1/2 കിലോമീറ്റർ ഇടിഞ്ഞ് താഴെ വീണു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയുടെ പ്രസ്റ്റീജിയസ് പ്രോജക്റ്റ് ആയിരുന്നു. ഞാൻ നിങ്ങളോട് അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ താഴെ വീഴട്ടെ, ജനങ്ങൾ സഹിക്കട്ടെ എന്നതാണോ? ഒരിക്കലുമല്ല. കാരണം ജനങ്ങൾ ഇതിനെതിരെ രംഗത്തിറങ്ങണം. കാരണം നാഷണൽ ഹൈവേ അതോറിറ്റി ബീഹാറിൽ 17 പാലങ്ങൾ അവർ നിർമ്മിച്ച് ഇടിഞ്ഞുപോയി ഒറ്റ വർഷത്തിനുള്ളിൽ. ഈ കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ തകർന്ന് താഴെ വീണു. പാലാരിവട്ടം പാലം പോലെ പണിത കമ്പിയും സിമെന്റും ഇല്ലാതെ പണിത ഏതെങ്കിലും ഒരു കഥ കേരളത്തിലെ PWDക്ക് 2016 ശേഷം പറയാനുണ്ടോ? ഇവർക്ക് ആർക്കെങ്കിലും കുറ്റം കണ്ടെത്താനുണ്ടോ? ശ്രീപത്മനാഭൻ, ഞാൻ താങ്കളിലേക്ക് എത്താം. റെജിലുക്കോസ്, പി ശ്രീപത്മനാഭൻ, നേരത്തെ ഇപ്പോൾ കുപ്പത്ത് നിന്നുള്ള ചില കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. അവിടെ സ്ത്രീകൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, രാത്രി ഞങ്ങൾ എങ്ങനെ ഭയമില്ലാതെ കിടന്നുറങ്ങും എന്ന് ചോദിക്കുകയാണ്. അവരോട് ആരാണ് മറുപടി പറയേണ്ടത്? അവരോട് എന്ത് മറുപടി പറയും? അല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മളുടെ നാട്ടിലെ കുന്നും നമ്മുടെ നാട്ടിലെ വയലും വയലിലൂടെയുമല്ലേ നമ്മളെ ഹൈവേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കർണാടകത്തിൽ പോയിട്ടോ തമിഴ്നാട്ടിൽ പോയിട്ടോ നാഷണൽ ഹൈവേ 66 ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പോൾ കേരളത്തിലെ കുന്നിടിച്ചിട്ടും കേരളത്തിലെ വയൽ നികത്തിയിട്ടുമാണ് കേരളത്തിലെ ഹൈവേ ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ വർഷം അതായത് ഇത് നിർമ്മാണത്തിൻ്റെ പൂർത്തീകരണം ഏതാണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. 60%, 70%, 80% മലബാറിലായി കഴിഞ്ഞു. ഈ വർഷത്തെ മഴക്കാലം വളരെ വലിയ പരീക്ഷണ ഘട്ടമാണ്. കാരണം ആദ്യമായി ഒരു റോഡ് ഉണ്ടാക്കുന്നു, കുന്നിടിച്ചുണ്ടാക്കുന്നു, അല്ലെങ്കിൽ വയൽ നികത്തി ഉണ്ടാക്കുന്നു. മണ്ണ് ഉറച്ചിട്ടുണ്ടാവില്ല. മണ്ണിന് മണ്ണിൻ്റെതായ സ്വഭാവമുണ്ട്. മണ്ണ് വികസിക്കും, മണ്ണ് ചുരുങ്ങും. അപ്പോൾ കോൺക്രീറ്റുമായി അത് പിടിച്ചു നിന്നോളണമെന്നില്ല. ഭൂമിക്ക് അടിയിൽ ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വർഷം ശ്രദ്ധിക്കേണ്ട വർഷം തന്നെയാണ്. പക്ഷേ ജനങ്ങൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അധികാരികൾ പരിഹരിക്കണം. അത് ജില്ലാ ശ്രീപത്മനാഭൻ അല്ല, നാഷണൽ ഹൈവേ അതോറിറ്റിയും എനിക്ക് അതിലൊരു ഒന്ന് മറച്ചു വെക്കാനൊന്നും ഇല്ലാന്ന്. നാഷണൽ ഹൈവേ അതോറിറ്റിക്കും സംസ്ഥാന സർക്കാരിനും ജില്ലാ ഭരണകൂടം എല്ലാവരും കൂടി ഒരുമിച്ച് സഹകരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന്. ഇതൊക്കെ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണെന്ന്. ഈ രാജ്യത്ത് ഹൈവേ നിർമ്മാണം എവിടെയൊക്കെ നടക്കുന്നുണ്ട് അവിടെയൊക്കെ ഈ പ്രശ്നങ്ങളുണ്ട്. ഓരോന്നായിട്ട് ഞാൻ വേണേൽ എണ്ണി പറഞ്ഞുതരാം. അപ്പോൾ ഇതൊക്കെ പരിഹരിക്കണം. ഈ ഒരു വർഷം വലിയ പരീക്ഷണമാണ്. കാരണം ആദ്യത്തെ മഴയാണ്. പല സ്ഥലത്തും റോഡ് സ്വിമ്മിംഗ് പൂളാവും. കാരണം വെള്ളം നമ്മൾ വാട്ടർ ഹോൾ ഇട്ടോട് തന്നെ വെള്ളം പോകണം നിയമമൊന്നുമില്ല. താങ്കൾ പറയുമ്പോൾ ഇപ്പോൾ ഇത് ആദ്യത്തെ മഴയാണ്, അത് തന്നെയാണ് നമ്മളുടെയും ആശങ്ക. ശ്രീപത്മനാഭൻ, കാലവർഷം തുടങ്ങിയിട്ടില്ല, അതിനു മുൻപ് വന്ന മഴയിലാണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ കാലവർഷം എത്തിക്കഴിഞ്ഞു എന്നതാണ്. അപ്പോൾ ഈ ജനങ്ങളുടെ ആശങ്കയ്ക്ക് ആര് മറുപടി പറയും? നിങ്ങൾക്കൊരു ഉറപ്പ് ഞങ്ങൾ തരുന്നു എന്ന് ആര് പറയണം? ഇപ്പൊ തുടക്കത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള നിലപാട് ഇതിൽ ഒരു അശാസ്ത്രീയതയും ഇല്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇതിൽ വിദഗ്ധരൊക്കെ ഒരേപോലെ ചൂണ്ടിക്കാട്ടുന്നത് അശാസ്ത്രീയതയുണ്ട്, കൃത്യമായി പഠനം നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ്. ഈ മണ്ണ് അത് ഇളകി അതിന് സമ്മർദ്ദം താങ്ങാനാകാതെ എന്നൊക്കെ പറയുമ്പോൾ അത് എന്താണത്? മണ്ണ് ഇളകും, മഴ പെയ്യുമ്പോൾ ഇളകും, പക്ഷെ അത് അങ്ങനെയല്ല അത് പണിയേണ്ടിയിരുന്നത് എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുകയാണ്. അപ്പോൾ അവിടെ പിഴവ് പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയല്ലേ? ഇനിയിപ്പോൾ പാവപ്പെട്ട ജനങ്ങൾ എന്ത് പിഴച്ചു ശ്രീപത്മനാഭൻ? ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ 8ാം ക്ലാസ്സും ഗുസ്തിയുള്ളവരും നല്ല ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ സുഹൃത്ത് റാങ്ക് ഹോൾഡറാണ്. അദ്ദേഹം കോഴിക്കോട് NIT സിവിൽ എഞ്ചിനീയറിംഗിൽ റാങ്ക് ഹോൾഡറാണ്. അദ്ദേഹമാണ് ഞാൻ അറിയുന്ന ഒരു ഉദ്യോഗസ്ഥൻ. അതിലിരിക്കുന്ന ആൾക്കാർ മോശക്കാരൊന്നല്ല. അവർ ഇന്നത്തെ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അവൈലബിൾ ആയ ഏറ്റവും നല്ല ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. നമുക്കൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ജിഷ്മ ഒരു സിവിൽ എഞ്ചിനീയർ ആണ് ശ്രീപത്മനാഭൻ. 8ാം ക്ലാസ്സും ഗുസ്തിയൊന്നുമല്ല. അപ്പോൾ ഇത് കൃത്യമായി സ്ഥലം അവിടെ പോയി സന്ദർശിച്ച ആളാണ് ജിഷ്മ. ശ്രീപത്മനാഭൻ, താങ്കളൊന്ന് ശ്രദ്ധിക്കൂ. ഈ സ്ഥലം സന്ദർശിച്ച ആളാണ് ജിഷ്മ. എങ്ങനെ പറയരുത്? അപ്പോൾ അവിടെ സന്ദർശിച്ച ഒരാൾ പറയുകയാണ്, ഞാൻ അടച്ചാക്ഷേപിച്ചില്ല, താങ്കളാണ് അടച്ചാക്ഷേപിക്കുന്നത്. 10ാം ക്ലാസ് ഗുസ്തിയും എന്നൊക്കെ പറയുന്നത് താങ്കളാണ്, ഞാനല്ല. കിലോമീറ്റർ റോഡ് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ടാക്കിയ സ്ഥലത്തൊക്കെ മഴ പെയ്യുമ്പോൾ വലിയ പ്രകൃതി മാറ്റം ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ മഴയ്ക്ക് ഏതാണ്ട് എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങളാണ്. മൈസൂർ ബാംഗ്ലൂർ ഹൈവേ സ്വിമ്മിംഗ് പൂളായി ആദ്യത്തെ മഴയ്ക്ക്. നമ്മളെ വാട്ടർ ഹോൾ ഇട്ടോടത്ത് തന്നെ വെള്ളം പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. വെള്ളത്തിന്റെ സൗകര്യത്തിനനുസരിച്ചാണ് പോവുക. അപ്പോൾ വാട്ടർ ഹോൾ മാറ്റിയിടേണ്ടി വരും. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ. അതായത് ജനങ്ങൾ തൽക്കാലം ഇതൊക്കെ സഹിക്കണം, ജനങ്ങളെ പരീക്ഷണ വസ്തുവാക്കിക്കൊണ്ട്. റോഡ് ആർക്ക് വേണ്ടിയാ? റോഡ് ആർക്ക് വേണ്ടിയാ? ഈ റോഡിലൂടെ പോകുന്നതാരാ? അത് അങ്ങനെ പറയുന്നത്.
എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു പ്രകൃതിക്ഷോഭം ഇല്ലാണ്ട് റോഡ് ഇടിഞ്ഞ് പുഴയിലേക്ക് വീണു. ജിഷ്മ വളരെ വേഗം, എനിക്കൊരു ഇടവേളയിലേക്ക് പോകണം. ജിഷ്മ ഒന്ന് വളരെ വേഗം പറയൂ. ഈ പറയുന്ന വാട്ടർ ഇതിലൂടെ പോകും, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ എന്ന് വെച്ചാൽ വാട്ടർ നമ്മൾ പറയുന്ന അടുത്ത് കൂടെ അല്ല പോകുന്നത്. ഇതൊരു ആദ്യ മഴയ്ക്ക് ഇങ്ങനെയാവും. ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഒരു സിവിൽ എഞ്ചിനീയർ അത് ചെയ്യുന്നത്. അല്ലാണ്ട് ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് ഓക്കെ ഇനി മഴ വന്നിട്ട് നമുക്ക് നോക്കാം എന്നല്ല ഒരാളും ഡിസൈൻ ചെയ്യുക. ഇതെല്ലാം കൺസിഡർ ചെയ്യുന്നത് ഒരു പ്രദേശത്ത് എത്രത്തോളം മഴ ഉണ്ടാകുമെന്നും അതിന്റെ ഒരു 10 കൊല്ലത്തെങ്കിലും മിനിമം നമ്മൾ ഡാറ്റ എടുത്ത് വെച്ചുകൊണ്ടാണ് ഒരാൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ ഒന്നും അറിയാതെ വാട്ടർ വന്നിട്ട് പിന്നെ ഇതൊരു പരീക്ഷണം നടത്തുകയല്ലോ, എങ്ങനെ വെള്ളം വരുമെന്ന് നോക്കി. നാഷണൽ ഹൈവേ അതോറിറ്റി ഇതൊന്നും അറിയാത്തവരല്ല. അതാണ് താങ്കൾ പറയുന്നത് വീണ്ടും വീണ്ടും. പിന്നെ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നതാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു ഇടവേള എടുക്കുന്നു, വേഗം മടങ്ങിയെത്താം. അഡ്വക്കേറ്റ് വി ആർ അനൂപ്, ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ. അതിൽ ഈ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത റോഡിന് പോലും ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും അത്ര വലിയ കാര്യമായി കാണേണ്ടതില്ല. പക്ഷേ ഇതിന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കുന്ന കാര്യത്തിൽ രണ്ടുപേരും ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല. ഭരണനേട്ടം ഞങ്ങളുടെ ഭരണനേട്ടം എന്ന് പറഞ്ഞ് ഉയർത്തിക്കാട്ടി രണ്ട് കൂട്ടരും അത് മത്സരിച്ച് ക്രെഡിറ്റ് തട്ടിയെടുക്കുകയും ചെയ്യും. എന്നാൽ ജനങ്ങളുടെ സുരക്ഷയുടെ കാര്യം വരുമ്പോൾ ഒന്ന് പിന്നോട്ട് വലിയുകയാണ്. അഡ്വക്കേറ്റ് വി ആർ അനൂപ്. അല്ല, ഈ ശ്രീ പത്മനാഭ ഇവിടെ ലഘൂകരിക്കുന്നത് കണ്ടില്ലേ? അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ഏതോ സുഹൃത്തിന്റെ ക്ലാസ്മേറ്റ് ഉണ്ട്, NIT-യിലാണ് അവിടുത്തെ അദ്ദേഹം പഠിച്ചിട്ടുള്ളത്. അതിലൊന്നും അസ്വാഭാവികത ഇല്ലാന്നേ. NIT-യിലൊക്കെ പഠിച്ച ആളുകളാണ് വിദഗ്ധരായി ജോലി നിർവഹിക്കുന്നത്. പക്ഷേ അവർക്ക് തെറ്റുപറ്റിയ സന്ദർഭങ്ങളിൽ ഇവിടെ വളരെ കൃത്യമായി വിദഗ്ധർ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ 8ാം ക്ലാസ്സിലുള്ളവരല്ല എന്നൊക്കെ പറഞ്ഞ് വളരെ ബാലിശമായി ന്യായീകരിക്കുക. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ ഇദ്ദേഹത്തിന്റെ ഗവൺമെന്റ് നടത്തിയ ദേശീയപാത നിർമ്മാണത്തെ കുറിച്ചാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ വലിയ അഴിമതിയുണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ ഇതിനകത്തൊക്കെ വലിയ അഴിമതി വരെ ആരോപിക്കപ്പെട്ട സാഹചര്യമുണ്ട്. അദ്ദേഹം ഒരു തെറ്റും പറ്റിയിട്ടില്ല എന്ന് അദ്ദേഹം ശഠിക്കുന്ന ഒരു കാര്യമില്ല. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞു, സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ച് റിയാസ് ഓരോ ഘട്ടത്തിലും റിയാസ് പറയുന്നത് ഞങ്ങൾ കൃത്യമായി വിലയിരുത്തിയാണ് മുന്നോട്ട്. ഞങ്ങൾ ഹൈവേ ഉണ്ടാക്കി, നിങ്ങൾ 2G സ്പെക്ട്രവും കൽക്കരി കുംഭകോണമൊക്കെ നടത്തി മിടുക്കന്മാര്. ഇതിപ്പോൾ ഇത്തരത്തിൽ രാഷ്ട്രീയമായി നമ്മൾ ആരോപണ പ്രത്യാരോപണം ഉന്നയിക്കേണ്ട ഒരു വിഷയമൊന്നുമല്ല. ഇത് ജനങ്ങളുടെ ജീവനുമായി ബന്ധപ്പെട്ട അവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് രാത്രി എങ്ങനെ കിടന്നുറങ്ങുമെന്ന് ജനം ചോദിക്കുമ്പോൾ അവർക്ക് മറുപടി നൽകേണ്ടതുണ്ട്. അല്ല, സമയം കഴിഞ്ഞു. അല്ല, ഒറ്റ സെന്റൻസേ ഉള്ളൂ. തൂണുകൾ ഉണ്ടാക്കിയുള്ള നിർമ്മാണ രീതിയാണ് ഇവിടെ അഭികാമ്യം. ഈ പ്രത്യേകിച്ച് കൂരിയാടൊക്കെ എന്നൊക്കെയുള്ളത് വിദഗ്ധർ ഈ ശ്രീധരനെ പോലെയൊക്കെയുള്ളവർ പറയുകയാണ്. വയഡക്ട് എന്നോ മറ്റോ ആണ് അതിന്റെ പേര്. അപ്പോൾ അങ്ങനെയൊക്കെ വിദഗ്ധർ ഇപ്പോൾ ഈ ഘട്ടത്തിൽ പറയുമ്പോൾ ഇതിൽ അടിമുടി പാളിച്ച ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെയുള്ള നമുക്കറിയില്ല. ഏതായാലും വിദഗ്ധ സംഘത്തിന്റെ പരിശോധന അവിടെ നടക്കുന്നുണ്ട്. അവരുടെ പ്രതികരണം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വളരെ നന്ദി ജിഷ്മ, അഡ്വക്കേറ്റ് വി ആർ അനൂപ്, ഒപ്പം തന്നെ ശ്രീ പത്മനാഭൻ, റെജി ലൂക്കോസ് ചർച്ചയിൽ പങ്കെടുത്തത്. ന്യൂസ് ഈവനിംഗ് അവസാനിക്കുന്നു.